പ്രിയ സുഹൃത്തുക്കളെ, ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. 3-ാം ക്ലാസ്സിൻ്റെ 2-ാം ഭാഗം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് അരങ്ങത്തേക്ക് കയറി വന്ന രംഗപടുതികളെക്കുറിച്ചാണ്. കമ്പോസിഷൻ എന്ന് പറയാം. നമ്മൾ അരങ്ങിൻ്റെ വിസിബിലിറ്റി വ്യക്തമായിട്ട് കാണാൻ സാങ്കേതികമായിട്ട് എന്തൊക്കെ വേണം? വേദിയുടെ സൈസ്, നീളം, വീതി, സൈറ്റ് ലൈൻ, എല്ലാ ഭാഗത്തു നിന്നുള്ള സൈറ്റ് ലൈൻ, അവിടെ സന്നിവേശിപ്പിക്കപ്പെടുന്ന നിറങ്ങൾ, അവിടെ ഉപയോഗപ്പെടുന്ന തലങ്ങൾ, ഇൻറ്റൻസിറ്റി, കളർ വേരിയേഷൻസ്, പിന്നെ അപ്പാർട്ട് ഫ്രം ആൾ ദീസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഒബ്ജക്റ്റ്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ഏറ്റവും ഈ ഘടകങ്ങൾക്ക് ഫ്യൂഷൻ സാധിച്ചു തരുന്നത്. ഒരു ഫോട്ടോഗ്രാഫ് എടുത്താലും ഒരു ചിത്രകാരൻ്റെ ചിത്രം എടുത്താലും ഒക്കെ ചിത്രത്തിൻ്റെ സാങ്കേതികത്വം, ആസ്വാദന നിലവാരം ഒക്കെ ആ കാഴ്ചയുടെ ഭംഗി അനുസരിച്ചിട്ടാണ്. അതിൽ ഡയമെൻഷണൽ ഡിഫറൻസസ്, ഇതിപ്പോൾ സാങ്കേതിക ക്ലാസ്സായിട്ട് പഠിക്കുമ്പോൾ അതിൽ അങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അരങ്ങിൻ്റെ കമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ആ അരങ്ങിൻ്റെ കമ്പോസിഷൻ ചെയ്യുന്ന ഒരു സംവിധായകൻ സ്വീകരിക്കുന്ന സമഗ്ര മറ്റ് വിഷയങ്ങൾ എന്ത് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഡിസൈൻ ചെയ്യപ്പെട്ട വസ്തുക്കളാണ് രംഗത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അരങ്ങ് പശ്ചാത്തലം, വേഷവിധാനങ്ങളുടെ പശ്ചാത്തലം, വെളിച്ചത്തിൻ്റെ പശ്ചാത്തലം, അതുപോലെ കൊറിയോഗ്രാഫ് ചെയ്യപ്പെട്ട ഒരുപാട് രംഗകലകളെ ഇവിടെ സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ മൊത്തം രൂപം, അതിൻ്റെ അന്തിമ ഫലം എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരുക്കപ്പെട്ടിട്ടുള്ള പടുതികളുടെ, ചിത്രങ്ങളുടെ, കമ്പോസിഷൻസിൻ്റെ അർത്ഥപൂർണതയാണ് ഇവിടെ ആവശ്യം. അതിന് വേണ്ട ഘടകങ്ങൾ മുഴുവൻ സാങ്കേതികമാണ്. ഇരിക്കുന്ന പ്രേക്ഷകൻ്റെ കസേരയിൽ നിന്ന് ഉയർന്ന രംഗവേദിയാണെങ്കിൽ രംഗവേദിയുടെ മുന്നരങ്ങുള്ള വസ്തുതകൾ കാണാതെ പോകും. ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പ് അത് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഞാനത് ഓർമ്മപ്പെടുത്താം. ആ രംഗവേദിയിലെ പശ്ചാത്തലത്തിൽ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. ഇപ്പോൾ രംഗവേദിയുടെ ഏറ്റവും മുന്നിലുള്ള ഡൗൺ സ്റ്റേജിലെ റൈറ്റ് പോർഷനിൽ നിൽക്കുന്ന ഒരു നടനെ, അയാൾ ഏറ്റവും അപ്പ് സ്റ്റേജിലെ റൈറ്റിലോ സെൻറ്ററിലോ അയാൾ നിൽക്കുന്ന അവിടുന്ന് ഒരു ഡയഗണൽ മൂവ്മെൻ്റ് എടുത്ത അയാൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ മുന്നോട്ട് വരുന്നതോടൊപ്പം അയാൾ തന്നെ എക്സ്പാൻഡ് ചെയ്യപ്പെടുകയാണ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക്. ഒരു ക്യാമറ ഫോക്കസിലേക്ക് കൊണ്ടുവരുന്ന പോലെ എക്സ്പാൻഡ് ചെയ്യപ്പെടണം. അപ്പോൾ ആ ഒരു ചലനത്തിനനുസൃതമായിട്ടൊരു നടൻ്റെ ജസ്റ്റിക്കുലേഷൻസ് അയാളിങ്ങനെ വന്ന് ഇങ്ങനെ കാണിച്ച് കൈ ഇങ്ങനെ ആവുകയും അതിങ്ങനെ വിശാലമാവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അയാളുടെ ഒരു വ്യാപ്തി ഈ സ്പേസിന് തരാൻ സാധിക്കും. അങ്ങനെ ചില ജീവനുള്ള അവസ്ഥ ഈ രംഗവേദിയുടെ പ്രതലങ്ങൾക്കുണ്ട്. സ്റ്റേജ് ഡിവിഷൻ എന്ന് പറയുന്നത് അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടെന്ന് കാണിക്കുകയാണ്. അതുകൊണ്ട് അപ്പുറത്ത് അപ്പ് സ്റ്റേജിലുള്ള സെൻറ്ററിൽ ഒരു ഉയരം കുറഞ്ഞ ആൾ നിൽക്കുകയോ അല്ലെങ്കിൽ വലിയൊരാൾ അവിടെ കുനിഞ്ഞിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പ്രപ്പോർഷൻ, സൈറ്റ് ലൈൻ എന്ന് പറഞ്ഞ വസ്തുത പ്രേക്ഷകൻ്റെ കണ്ണ് വേദിയുടെ മുഖവും കഴിഞ്ഞ് എത്തുമ്പോൾ മേൽവശത്ത് കൂടി പോകും, താഴെയിരിക്കുന്ന ആളെ കാണില്ല. ഇങ്ങനെയൊക്കെ തീരെ പ്രപ്പോർഷനേറ്റ് അല്ലാത്ത അവസ്ഥകൾ, സാങ്കേതിക അവസ്ഥകൾ തരണം ചെയ്യാനാണ് ഇത്തരം ഈ സ്പേസിൻ്റെയും വിഷൻ്റെയും ടെക്നിക്കാലിറ്റികളിലൊക്കെ പഠിച്ച് അതനുസരിച്ച് ചെയ്യണം. വിസിബിലിറ്റിയുടെ നിയമങ്ങളൊക്കെ പാലിക്കണം എന്ന് പറയാൻ കാരണം, ഇല്ലെങ്കിൽ കാല് പിടിക്കാൻ കുനിഞ്ഞു നിൽക്കുന്ന മകൻ കുനിഞ്ഞു നിന്നാൽ കാണില്ല, അച്ഛൻ്റെ കാൽമുട്ടിൽ താഴെ ഒന്നും കാണുന്നില്ല, അച്ഛനുണ്ട്, മകനുണ്ട്. ഇത്തരത്തിലുള്ള വളരെ പണ്ട് മുതലേ വരുന്ന അബദ്ധങ്ങളൊക്കെ വരുന്നത് ഈ സാങ്കേതികത്വമാണ് നാടകാവതരണത്തെ ഏറ്റവും അവസാനം ശല്യം ചെയ്യുക. അപ്പോൾ അവിടെ എന്തോ ചേരായ്മയുണ്ട്. ചേരായ്മ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ സമഗ്ര പദ്ധതിയിൽ ഏതോ ഒരു സയൻസ് അല്ലെങ്കിൽ ഏതോ ഒരു സയൻസിൻ്റെ പ്രായോഗിക വിഷൻ കമ്മിയുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ആ സമഗ്രതയിൽ ഒരു ഐറ്റം കമ്മി എന്നൊക്കെയാണ് പറയേണ്ടത്. പ്രപ്പോർഷൻ പാലിച്ചില്ല, അല്ലെങ്കിൽ സൈറ്റ് ലൈൻ പാലിച്ചില്ല, അല്ലെങ്കിൽ സ്ലിറ്റ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ പ്രേക്ഷകൻ്റെ കണ്ണിലേക്ക് അരങ്ങത്ത് കത്തിച്ചു വെച്ച പ്രകാശത്തിൻ്റെ ഒരു സ്ലിറ്റ് കണ്ണിലേക്ക് തറയ്ക്കുന്നു എന്ന് വെച്ചോളൂ. ശരിക്കും മാസ്ക് ചെയ്തപ്പെട്ടിട്ടില്ല ലൈറ്റുകളെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രകാശത്തിൻ്റെ രശ്മികൾ പ്രേക്ഷകൻ്റെ കണ്ണ് തറയ്ക്കുന്നു. ഈ 2.5 മണിക്കൂർ നേരവും പ്രേക്ഷകൻ ഇത് സഹിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ നല്ല നാടകം, നല്ല അവതരണം, നല്ല വ്യാഖ്യാനം, നല്ല പ്രേക്ഷകനൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു പ്രേക്ഷകനെ അലോസരപ്പെടുത്തുന്ന ഒന്നാണ്. ഇത്തരത്തിലുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള വസ്തുതകൾ പോലും പെർഫെക്റ്റായി ചെയ്യാൻ കഴിയുന്ന സാങ്കേതികതയുടെ ഓർമ്മയാണ് സംവിധായകൻ മുന്നിൽ കാണേണ്ടത്. ഓരോ രംഗകലാകാരനും ഓരോ ഡിസൈനേഴ്സും മുന്നിൽ കാണേണ്ടത്.
ഒരു കമ്പോസിഷൻ ഇട്ട് കഴിഞ്ഞാൽ ആ കമ്പോസിഷൻ ഏതൊക്കെ സമഗ്രതയുടെ ആംഗിളിൽ നോക്കണം, അതിൻ്റെ വിഷൻ എന്നുള്ള ടെക്നോളജി നോക്കണം, സൗണ്ട് എന്നുള്ള ടെക്നിക്കൽ അപഗ്രഥനം നടത്തി നോക്കണം. ആ സൗണ്ട് ചെന്ന് എത്തി നിൽക്കുന്നത് പ്രതലത്തിൽ ആക്ടേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ പ്രേക്ഷകൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വലിയൊരു ചുമരുണ്ടെന്ന് വെച്ചോളൂ. ഈ പറയുന്ന ശബ്ദം നേരെ വലിയ സ്പീക്കറിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഓഡിയോബിലിറ്റി പോലും കൺട്രോൾ ചെയ്യുന്നിടത്ത് ആ ഓഡിയോബിലിറ്റിയുടെ സയൻസ് നമ്മൾ പാലിക്കുന്നില്ല. അവിടെയും മറ്റൊരു വിഷയമാണ് രംഗത്തെ ഗ്രസിച്ച് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ അന്യോന്യം ഗ്രസിക്കുന്ന ഒരുപാട് കലകളുടെ ചേരുവയാണത്. ഇപ്പോൾ എക്കോസ്റ്റിക്സ് എന്ന് പറഞ്ഞ ശബ്ദത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞ പോലെ തട്ടി പ്രതിഫലിക്കുന്ന ശബ്ദം. ഇപ്പോൾ എന്താണ് റിവർബറേഷനും എക്കോ എന്നൊക്കെ ഒരു സാമാന്യബോധം സംവിധായകനുണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഏറ്റവും പിന്നിലുള്ള പ്രതലത്തിൽ തട്ടി വരുന്ന ശബ്ദം പലപ്പോഴും ഇങ്ങോട്ട് വരുന്നത് റിവർബറേഷൻ എന്നാണ് ഇതിന് പറയുക. അതായത് ഓഡിബിൾ എക്സിസ്റ്റൻസ് ഓഫ് എ സൗണ്ട് എന്നാണ് അത് ഇൻ എ റൂം. അപ്പോൾ ആർക്കിടെക്ചറൽ റിവർബറേഷനായി മാറി. റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ തിയേറ്റർ അങ്ങനെ തന്നെയാണല്ലോ. ഇനി ഓപ്പൺ എയർ ആണെങ്കിൽ ആ പ്രശ്നമില്ല, എന്നാൽ ഓപ്പൺ എയറിൽ വേറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ മാത്രം മറ്റൊരു സബ്ജക്റ്റിൻ്റെ വ്യാപ്തി കലാപരമായ അതിൻ്റെ ഇടപെടൽ അരങ്ങിലേക്ക് വരികയാണ്. ഇതാണ് ഞാൻ സമഗ്രതയുടെ കൊള്ളക്കൊടുക്കുക എന്ന് പറഞ്ഞത്. അതൊരു വലിയ സയൻസാണ്. അതിനെ ലളിതമാക്കി ഒരു കലയിലേക്ക് അരങ്ങിലേക്ക് വേണ്ട വിധം സ്വാംശീകരിച്ച് കൈയടക്കത്തോടെ ചെയ്യുക എന്നുള്ള സാങ്കേതിക. അപ്പോൾ ഒരു കമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ, ഒരു വേദി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലൂടെ ചിന്തിച്ചാൽ ഒട്ടേറെ തലങ്ങളിലേക്ക് നീളും ഇതിൻ്റെ സമഗ്രതയുടെ സയൻസും അതിൻ്റെ ശാസ്ത്രവും അതിൻ്റെ എക്സിക്യൂഷനും എന്ന് പറയാനാണ്. അപ്പോൾ ഈ സ്പേസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു കമ്പോസിഷനിലേക്ക് വേണ്ട വസ്തുതകളാണ് നമ്മളിപ്പം ആലോചിക്കുന്നത്. ഈ പഴുതുകളെക്കുറിച്ചൊക്കെ അഭിനയത്തിൻ്റെയും സംവിധായകൻ്റെയും ഇമേജിൻ്റെയും ഒക്കെ ക്ലാസ്സിൽ വരുന്നതാണ്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷേ ആസ് എ ഫ്രെയിം ഒരു ചിത്രത്തിൻ്റെ കമ്പോസിഷൻ എന്ന് പറയുന്നതിൻ്റെത് പ്രസക്തി ഉണ്ടായിരിക്കും. ഒരു സംവിധായകൻ ചെയ്തു വെക്കുന്നത് കുറേ ചിത്രങ്ങളാണെങ്കിൽ തന്നെയും ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇത് ഡിസൈൻ ചെയ്യാൻ നമ്മൾ വാക്ക് ഉപയോഗിച്ചു. ഡിസൈൻ എന്താണ് ഡിസൈൻ? ആ ഡിസൈനിൽ ഉള്ള പ്രത്യേകതകളൊക്കെ ഈ അരങ്ങിൽ ചിത്രത്തിനുണ്ട്. അപ്പോൾ ഡിസൈൻ എന്ന് പറഞ്ഞ സാങ്കേതികത്തിൻ്റെയും മറ്റ് കലകളുടെയും രൂപകൽപ്പന എന്ന് പറയുന്നൊരു സയൻസ് നേരെ അരങ്ങിൽ പ്രായോഗിക തലത്തിൽ സമ്മേളിച്ചിരിക്കുക, ഇവിടെ സമഗ്രതയിൽ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഇനിയിപ്പോൾ അത് നോക്കേണ്ടതാണ്. ഞാൻ വിസിബിലിറ്റി കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഡിസൈനിലേക്ക് പോകുന്നതാവും നല്ലത് തോന്നുന്നു. പലതും പറയാൻ വിട്ടുപോയെങ്കിലും നിങ്ങളതിനെ എങ്ങനെയൊക്കെയാണ് കൂട്ടിച്ചേർക്കാമെന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ സ്കിപ്പ് ചെയ്തിരുന്ന ചാടിപ്പോകുന്നതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പോസിറ്റീവ് വിസിബിലിറ്റി, നേരത്തെ വിസിബിലിറ്റിയുടെ ക്രൈറ്റീരിയൻ പറയണ്ടായി. ഇപ്പോൾ ഒരു രംഗത്തൊരിക്കൽ ചിത്രം നമ്മൾ കാണിക്കുന്നുവെങ്കിൽ ഈ വിസിബിലിറ്റിയെക്കുറിച്ച് സംവിധായകൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ പോസിറ്റീവ് വിസിബിലിറ്റി എന്നൊരു വ്യക്തമായ കാഴ്ച എന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ ഇതിപ്പോഴല്ല, വളരെ ഞാൻ മോഡലായിട്ട് വെക്കുന്ന ചിത്രത്തിൻ്റെ മുകളിൽ അത് നാടകം തന്നെയാണ്. അത് ഒരു 10-30 കൊല്ലം മുമ്പ് ഞാൻ ചെയ്ത റിയലിസ്റ്റിക് നാടകത്തിൻ്റെ ചിത്രമാണ്. അതൊന്നും ഇപ്പോൾ നോക്കണ്ട, അതൊന്നും പ്രശ്നങ്ങളില്ല. ഒരു വിസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു മോഡൽ ഒരു തിയേറ്റർ ഫ്രെയിം വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ നടി ഒക്കെ ഇന്നിപ്പോൾ പ്രായത്തിൽ നടിയായിട്ട് നമ്മളെ സിനിമയിലും സീരിയലിലും ഒക്കെ കാണാം. അപ്പോൾ വളരെ പണ്ട് മുതലേ നമ്മൾ ആ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല. ഉദ്ദേശിച്ചതാണ് പോസിറ്റീവ് വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ദി ഫസ്റ്റ് ബേസിക് റിക്വയർമെൻറ്റ് ഓഫ് സ്റ്റേജ് ലൈറ്റിംഗ് ഈസ് സഫീഷ്യൻ്റ് ഇലൂമിനേഷൻ ടു അച്ചീവ് പോസിറ്റീവ് വിസിബിലിറ്റി. ദീപസംവിധാനത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ആദ്യമായിട്ട് വ്യക്തവും കൃത്യവുമായിട്ട് ഒബ്ജക്റ്റിനെ കാണിക്കുക എന്നുള്ളതാണ്. ഇത് ലൈറ്റിംഗ് ക്ലാസ്സിന് വേണ്ടി പറയുന്നതല്ല. സംവിധായകൻ അരങ്ങിലെ കമ്പോസിഷൻ്റെ വിഷൻ എങ്ങനെ വേണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വിസിബിലിറ്റി എന്ന ടെക്നിക്കിനെ ഉപദേശിച്ച് നമ്മൾ വിസിബിലിറ്റിയുടെ പറഞ്ഞ സൗണ്ടിൻ്റെയും പറഞ്ഞല്ലോ, കമ്പോസിഷൻ്റെ എംഫസിസും പറഞ്ഞല്ലോ. അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് തന്നെ ലൈറ്റിംഗ് എന്നൊരു സബ്ജക്റ്റ് ഇത് ചേർന്നു വികസിച്ച് പോകുന്നൊരു സബ്ജക്റ്റാണത്. അതിന് നമ്മൾ ഒരുപാട് തലങ്ങളിലേക്ക് വളർന്നു കഴിഞ്ഞു. അതൊക്കെ അധ്യാഹരിച്ച് ചേർക്കാൻ തക്ക ധാരണ സംവിധായകൻ്റെ മനസ്സിലാണ് ആദ്യം വരികേണ്ടത്. പലരുടെ സഹായം അദ്ദേഹത്തിന് കിട്ടുമെങ്കിലും അതുകൂടി അറിയുന്ന ഒരു ടോട്ടൽ തിയേറ്റർ പ്രാക്ടീഷണർ ആവണം സംവിധായകനെങ്കിൽ അയാൾക്ക് ഈ സമഗ്രജ്ഞാനം വേണമെന്ന ചോദ്യമുണ്ട്. അതിരിക്കട്ടെ, നമുക്ക് അതിലേക്ക് വരാം. പിന്നെ സെക്കൻഡ്, ആക്ടർ ഷുഡ് ബി മെയ്ഡ് ടു ലുക്ക് നാച്ചുറൽ ആസ് ഗുഡ് ലുക്കിംഗ് ആസ് പോസിബിൾ. ഇതൊക്കെ ഈ സംവിധായകൻ വെച്ച ആ കമ്പോസിഷൻ്റെ രൂപഭംഗിയെക്കുറിച്ചാണ്. അത് സംവിധായകൻ ആലോചിക്കണം. അതൊക്കെ നാച്ചുറൽ ആവണോ, ഗുഡ് ലുക്കിംഗ് ആവണോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ സംയോജിതമായ ആശയാനുസാരിയായ കമ്പോസിഷൻ്റെ ഡിമാൻഡുകളായിരിക്കും. അത് ഇരിക്കട്ടെ. പക്ഷെ നമ്മൾ ഈ ഒരു കാഴ്ചപ്പാട്, ഒരു ഫ്രെയിമിൻ്റെ കാഴ്ചപ്പാടിൽ ഇതൊക്കെ ചേരണം. ഇതിലിപ്പോൾ സൗണ്ട് ചേർന്നുണ്ട്, ലൈറ്റ് ചേർന്നുണ്ട്, വിഷൻ ചേർന്നുണ്ട്, ആർക്കിടെക്ചറൽ ഫ്രെയിം, അതിൻ്റെ സൈറ്റ് ലൈനൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഓൺലി ആഫ്റ്റർ ദീസ് ലൈറ്റ് ക്യാൻ സ്റ്റാർട്ട് ടു ഫുൾഫിൽ
എ മോർ എക്സൈറ്റിംഗ് റോൾ ആസ് എ ഡ്രമാറ്റിക് ടൂൾ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ ഈ നാളെ കാണിക്കാനുള്ള പ്രകാശത്തിന് ഒരു ഡ്രമാറ്റിക് ടൂളായിട്ട് പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇത് അങ്ങനത്തെ അല്ല. ആ വിസിബിലിറ്റിയുടെ വ്യക്തതയ്ക്ക് വേണ്ടി ആദ്യം വ്യക്തവും സുഗമവുമായിട്ട് വസ്തുതകൾ എന്തെന്ന് അറിയാനും കാണാനും പ്രേക്ഷകരെ അനുവദിച്ചിരിക്കണം. അത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എയിമാണ്. അത് വേണമെന്ന് സൂചിപ്പിക്കാനാണ് പറഞ്ഞത്. അതിന് എന്തൊക്കെ സാങ്കേതിക കൂട്ടുപിടിക്കാവോ അതോ കൂട്ടുപിടിക്കാൻ ബേസിക് ആ ഫൗണ്ടൻ എന്ന് പറയുന്നത് സംവിധായകൻ്റെ മനസ്സിൽ വേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഡിസൈൻ ഇവിടെ നിൽക്കുന്നു, ആ ഡിസൈൻ്റെ മുകളിലാണ് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു വിഷയം കൂടി അതിന് മുകളിൽ പറയുകയാണെങ്കിൽ, ഈ കാഴ്ചയിൽ നിന്ന് സംവിധായകൻ പലതും വ്യാഖ്യാനിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. പല വ്യാഖ്യാനങ്ങളും സംവിധാനത്തിലുണ്ടായിരിക്കും. ആ വ്യാഖ്യാതാവാനുള്ള അവസരം കൂടി ഈ കാഴ്ചയ്ക്ക് സാധിക്കണം. കമ്പോസിഷൻ കൊണ്ട് മീനിങ്ഫുള്ളായി അർത്ഥം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആ കാഴ്ച ഒരു വ്യാഖ്യാതാവാണ്. അതുകൊണ്ടാണ് പറയാറുള്ളത് ലൈറ്റ് ആസ് എൻ ഇൻ്റർപ്രറ്റർ എന്ന് പറയാറുണ്ട്. ഈ കാഴ്ച ദീപം വ്യാഖ്യാനിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിസൈനിൽ അങ്ങനെയും കൂടി ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ തികച്ചും രൂപകൽപ്പനാപരമായ സാങ്കേതികത്വങ്ങൾ ഉള്ളിലേക്ക് നമ്മളെ ഗ്രസിച്ച് കൊണ്ടുപോവുകയാണ്. അത് നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വെൽ ഡിസൈൻഡ് ലൈറ്റിംഗ് ഹെൽപ്സ് ടു ഷോ ദ സ്റ്റൈൽ ഓഫ് ദി പ്ലേ. വ്യാഖ്യാനത്തിലെ കാര്യം ഞാൻ പറഞ്ഞു. ദീപവിധാനത്തിൻ്റെ പ്രയോഗ ക്ലാസ് അല്ല കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഇൻ്റർമിക്സ് ചെയ്ത് വന്നു പോകും. ഇനിയിപ്പോൾ അത്രയേ ഉള്ളൂ. അത് വേറൊരു ലോകമായിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ സ്റ്റൈൽ ഓഫ് പ്ലേ എന്താണ്? അത് കണ്ടാൽ റിയലിസ്റ്റിക് പ്ലേ ആണോ? റിയലിസ്റ്റിക് പ്ലേ ആകുമ്പോൾ എന്താവും? അവിടെ ഒരു ഓബ്ജക്റ്റ് തത്തക്കൂടെ തൂങ്ങിക്കിടക്കുന്നെങ്കിൽ ആ റിയലിസ്റ്റിക് ഫോർമേഷൻ്റെ സപ്പോർട്ടീവായ ഒരു പ്രോപ്പർട്ടിയാണ് അതെങ്കിൽ അതൊക്കെ വ്യക്തമാവണം. അപ്പോൾ സ്റ്റൈൽ നിർണ്ണയിക്കപ്പെടും. ഇതൊക്കെ ലൈറ്റിൻ്റെ എയിംസ് ഓഫ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു പോകുമ്പോൾ ഇത് ചെയ്ത് പറഞ്ഞു പോകണം. പക്ഷേ ഇവിടെ ആ എയിം ആദ്യം ആരാ കാണേണ്ടത്? സംവിധായകൻ്റെ മനസ്സിലാണ് ഇത് ആദ്യം ഉണ്ടാവേണ്ടത്. അത് പറയാനാണ് ഈ സമഗ്രതയുടെ ടെക്നിക്കാലിറ്റി ആയാലും എന്തായാലും നാടകം ഉൾക്കൊള്ളേണ്ടത് സംവിധായകൻ്റെ ഉള്ളിലാണ് എന്ന് പറയുന്നത്. ലൈറ്റ് വിത്തൗട്ട് എ മീനിങ് ഡിസൈൻ ഈസ് മിയർ ഇലൂമിനേഷൻ. ഒരു പ്രത്യേക അർത്ഥതലത്തിലല്ലാതെ പ്രസരിക്കുന്ന വെളിച്ചം കൊണ്ടുണ്ടാകുന്ന ചിത്രങ്ങൾ അർത്ഥമില്ലാത്തതാണ്. മീനിങ് ഫുൾ ആവണമെങ്കിൽ ഇറ്റ് ഹാസ് എ ഡിസൈൻ. ഇറ്റ് മസ്റ്റ് ഹാവ് എ ഡിസൈൻ. അപ്പോൾ ഡിസൈൻ എന്താണ്? നാടകധർമ്മത്തിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ ധ്വനിപ്പിക്കുന്നതാണ് ഡിസൈൻ എന്ന് പറയുന്നത്. രൂപകൽപ്പന എന്ന് പറയുന്നത് എന്തിനും അങ്ങനെയാണല്ലോ. അപ്പോൾ അത് നമ്മൾ വളരെ വിശദമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നോ സീൻ പെയിൻറ്റഡ് ടു ബിൽഡ് ഈസ് കംപ്ലീറ്റ് വിത്തൗട്ട് ദി ലൈറ്റിംഗ് കണ്ടീഷൻസ്. അതാണ് ഈ സംവിധായകൻ്റെ സമഗ്രതയെപ്പറ്റി പറയാനുള്ളത്. ഇതൊരു രംഗത്തൊരു ചിത്രമാണെങ്കിൽ ആ ചിത്രം അവസാന അവതരണ ദിവസം വേദിയിൽ ഉള്ള ആൾക്കാരുടെ മനസ്സിൽ എന്ത് പ്രശ്നമുണ്ടാക്കുന്നുവോ, എന്ത് അർത്ഥം ധ്വനിപ്പിക്കുന്നുവോ, എന്ത് ചിത്രഭംഗി ഉണ്ടാക്കുന്നുവോ എന്നുള്ളത് സംവിധായകൻ മനസ്സിലാദ്യം കണ്ടിരിക്കണം. ഇത് കണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ നിർബന്ധ ബുദ്ധിയോടുകൂടി പറയണത് എന്താണെന്ന് വിചാരിക്കും. അങ്ങനെയാണ് പറയേണ്ടത്. കണ്ടില്ലെങ്കിൽ വേണ്ട, ഇതെന്താ ഇരുമ്പോലൊക്കെയാണോ? ഒന്നുമല്ല. നമ്മൾ നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പറയാറുണ്ട് അതൊരു ചാഞ്ഞു കിടക്കുന്ന മരമാണ്, എവനും ഓടിക്കയറാമെന്ന് പറയാറുണ്ട്. അങ്ങനെയല്ലേ നാടകം? നാട്ടിൻപുറത്ത് അങ്ങനെ തട്ടിൽ ഓടി കളിച്ച് വളർന്ന നാടകത്തിൻ്റെ ശാസ്ത്രീയ രൂപമല്ലേ നമ്മൾ പറയുന്നത്. നമ്മൾ ആദ്യം നാടകം എന്താ ചെയ്തത്? അത് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നൊരു മരമാണ്. അതിൻ്റെ ശാഖയിൽ കയറി കളിക്കുകയും ഇറങ്ങുകയൊക്കെ ചെയ്യും. അത്ര ചാഞ്ഞു കിടക്കുന്ന മരം പോലത്തെ ഒരു വസ്തുവിന് ഇത്രയും സമഗ്രമായ ശാസ്ത്രീയ പഠന പദ്ധതി ആണെന്ന് നിൽക്കുന്നത് നമ്മൾ അത്രയും ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. ഇന്ന് ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ ടു എ മോസ്റ്റ് മോഡേൺ സയൻറ്റിഫിക് ആൻഡ് എസ്തെറ്റിക് സയൻസ്. അങ്ങനെ നമ്മൾ കാണേണ്ടത് ആ ശാസ്ത്ര ശാഖയായിട്ട് വളർന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് സമഗ്രതാഭാവങ്ങൾ അനലൈസ് ചെയ്ത് പഠിക്കേണ്ടി വരുന്നുണ്ട്. അതും കൂടി കൂട്ടത്തിൽ ഞാൻ പറയുന്നത് മാത്രം. അപ്പോൾ ഈ ഏറ്റവും അവസാനത്തെ നാടകവേദിയിലെ ഇതെന്താണോ എന്ന് കഥാപാത്രത്തിനെ ആദ്യമായിട്ട് ചലിപ്പിക്കുന്ന ഒരു ബ്ലോക്കിംഗ് സ്റ്റേജിൽ തന്നെ കോസ്റ്റ്യൂം ഇടുമ്പോൾ, സെറ്റ് ഉപയോഗപ്പെടുത്തുമ്പോൾ ആ പ്രോപ്പർട്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന പോസ്, കമ്പോസിഷനൊക്കെ എന്താണ് അർത്ഥമാക്കേണ്ടത് എന്ന് സംവിധായകൻ ആദ്യമേ മനസ്സിൽ കണ്ടിരിക്കണം. അതാണ് സംവിധായകൻ. ആ ഒരു ടോട്ടാലിറ്റി അയാളുടെ ഇമാജിനേഷനിലും പ്രവർത്തിക്കുന്നുണ്ട്. അതിലയാളെ സഹായിക്കുന്നത് ഈ വരാൻ പോകുന്ന സംഗതിയെക്കുറിച്ചുള്ള ഇമാജിനേഷനാണ്. അതിനുവേണ്ടി മുൻകൂട്ടി അദ്ദേഹം തയ്യാറാക്കി കൊടുക്കുന്ന ഫോർമാറ്റാണ് ഈ കമ്പോസിഷൻ എന്ന് പറയുന്നത്. നടൻ്റെ ചലനം എന്നുള്ളത്. ആ നടൻ നീല ഷർട്ടിട്ടായിരിക്കാം, നടി ചുവന്ന സാരി ഉടുത്തിട്ടുണ്ടായിരിക്കാം. ആ കളറുകൾ തമ്മിൽ ചേരുമ്പോൾ കളറിൻ്റെ വർണ്ണങ്ങളുടെ ഒരു മേളനം നടക്കുമ്പോൾ വർണ്ണത്തിൻ്റെ കമ്പോസിഷനുണ്ട്, വർണ്ണത്തിനൊരു അർത്ഥമുണ്ട്, വർണ്ണം വെളിച്ചം തമ്മിലൊരു ബന്ധമുണ്ട്. ഇതൊക്കെ ചേർന്നിട്ടില്ലേ പ്രേക്ഷകരുടെ കണ്ണിലേക്ക് ഇത് പോകുന്നത്.
അപ്പോൾ ഇവിടെ സങ്കീർണത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രംഗവേദിയിൽ ഈ തനത് നിലനിൽപ്പുള്ള തനത് സൗന്ദര്യശാസ്ത്രങ്ങളുടെ അധിഷ്ഠിതമായ കലകളൊക്കെ ഒരു കമ്പോസിഷൻ്റെ മേലെ കിടന്ന് ഗ്രസിച്ച് നിൽക്കുകയാണ്. അതിനെ വേണ്ട രീതിക്ക് അനലൈസ് ചെയ്ത് പേർത്ത് ചിത്രമാക്കി കൊടുക്കേണ്ട, നമുക്ക് അനുസരിച്ച ചിത്രമാക്കി തരേണ്ട ചുമതല സംവിധായകനുള്ളതുകൊണ്ട് അതിസങ്കീർണമാണ് അവിടെ വേദിയിലെ അയാളുടെ ചിന്താ പദ്ധതികൾ. അപ്പോൾ നമ്മൾ ഡിസൈൻ എന്നും കമ്പോസിഷൻ എന്നും ഈ കാഴ്ച എന്നും സൗണ്ട് എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഇതങ്ങനെ ഇനിയിപ്പോൾ ഞാൻ സൗണ്ടിൻ്റെ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരു സ്റ്റേജ് അകലെ കാണുന്നൊരു സ്റ്റേജാണ്, അവിടെ ഒരു നടി നിൽക്കുന്നുണ്ട്. ഈ ഡിസ്റ്റൻസാണ് എല്ലാം നിർണ്ണയിക്കുന്നതെന്ന് സംവിധായകൻ്റെ മനസ്സിൽ വേണമെന്നും നാടകക്കാരന് അറിയണമെന്നും പറയുമ്പോൾ ഈ നടിയെ എങ്ങനെ നമുക്ക് പ്രേക്ഷകനെ ഏറ്റവും അടുത്ത് കാണാൻ കഴിയും? നമ്മളെ കണ്ണിന് ഞാൻ പറഞ്ഞല്ലോ, കാഴ്ച അവിടെ തട്ടുന്ന പ്രകാശത്തിനാണ് ഏതാണ്ട് 3 ലക്ഷത്തോളം കിലോമീറ്റർ 3 ലക്ഷത്തോളം നാഴിക വെലോസിറ്റി ഉള്ളത്. അതിന് ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ടാണ്. പക്ഷേ അത് നമ്മളെ വേദിയിൽ പ്രായോഗികമാക്കേണ്ട വസ്തുത നമ്മളെ സൈറ്റ് ലൈൻ പ്രകാരം ഇരുന്നാൽ കാണുന്ന ഒരു അവസ്ഥയാണ്. അത് എത്ര ദൂരത്തിനാണ്. ഇപ്പോൾ നമ്മൾ ആധുനിക നാടകത്തിലെ നമ്മളെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ആ ഒരു ചിത്രം കൊണ്ട് കാണാൻ കഴിയും. എത്രയോ അകലെ ഞാൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ള എവിടെയാണ് നോക്കുന്നത്, എൻ്റെ കൺട്രോൾ ബോർഡ് ഇരിക്കുന്നിടത്ത് നിന്ന് സ്റ്റേജിലേക്കുള്ള ദൂരം ആണ് ഇരിക്കുന്നത്. ഞാൻ ഇരിക്കുന്നത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഏതാണ്ട് പ്രേക്ഷകൻ്റെ ലാസ്റ്റ് നിരയിലാണ്. അത് ബൂത്തില്ലാത്ത സ്റ്റേജ് ആയതുകൊണ്ടാണ്. അതിനിടയ്ക്ക് ഉള്ള ഏതാണ്ട് 800ഓളം ആളുകൾ 1000ഓളം ആളുകൾ കഴിഞ്ഞിട്ടാണ് സ്റ്റേജ് നിൽക്കുന്നത്. ഈ ഡിസ്റ്റൻസിനെ കമ്മിയാക്കാൻ വേണ്ടി നമ്മൾ സാങ്കേതികമായിട്ട് എന്തെങ്കിലും ചെയ്തല്ലേ വെക്കൂ. അപ്പോൾ നമ്മളെ എംഫാസിസ് വൃത്തിയായ കാഴ്ച നിർണ്ണയിക്കുന്നത് ഡിസ്റ്റൻസാണ്. ഈ ചിന്തയിൽ നിന്ന് പലപ്പോഴും സ്റ്റേജിൻ്റെ ഫിസിക്കൽ ഷേപ്പൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ തീരുമാനിക്കുമ്പോൾ മുമ്പേ സംവിധായകൻ്റെ മനസ്സിൽ ഇത്തരത്തിലുള്ള വേദിയുടെ കൂടി അവസ്ഥ മനസ്സിലാക്കണം, ആ വേദിയിൽ ചേരുന്ന ചേരുവകൾ മനസ്സിലാക്കണം എന്ന് ഊന്നി പറയാനാണ് ഇത് ഉദ്ദേശിച്ചത്. ഇവിടെ അധികം കുറേ പ്രകാശം ചൊരിഞ്ഞാൽ നടന്ന് ചൂടെടുത്ത് പോവുക എന്നല്ലാതെ ഒന്നും സംഭവിക്കില്ല. പക്ഷേ അതിന് തക്കവണ്ണം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഫിൽറ്റർ കൊണ്ട് കളർ കൊണ്ടൊക്കെ ചെയ്തേ വെക്കൂ. അത് മറ്റൊരു സയൻസ് എങ്കിലും പറയുകയാണ് ഞാനത് ഊന്നി പറയാൻ വേണ്ടി തന്നെ പറയുന്നു. മറ്റൊരു ചിത്രം അതേപോലെ നമ്മൾ ഡൽഹിയിലെ കമാനി ഓഡിറ്റോറിയമാണിത്. കമാനി ഓഡിറ്റോറിയത്തിൽ ബൂത്ത് നിങ്ങൾക്ക് അവിടെ പോയ പലർക്കും അറിയാൻ പറ്റും. അവിടെയാണ് ഞാനിരിക്കുന്നത്. ഇരുന്നാൽ നമുക്ക് കാണുന്ന ചിത്രം എങ്ങനെ എനിക്ക് കാണുന്ന ചിത്രമാണ്. അപ്പോൾ അതിനിടയ്ക്കുള്ള പ്രേക്ഷകന് ഇതിനേക്കാൾ കുറച്ചുകൂടി ക്ലിയറായിട്ട് കാണും. അപ്പോൾ ഈ ഒരു സാങ്കേതികത നമ്മളെ അടക്കി ഭരിക്കുന്നുണ്ട് എന്ന് എപ്പോഴും കോഷ്യസ് ആയിരിക്കേണ്ടതാണ് നമ്മൾ. അത് അങ്ങനെ അപ്പോൾ വിശദീകരണങ്ങൾ ഇതിനെ സംബന്ധിക്കുന്നില്ല. ആ കാഴ്ചയെ കുറയ്ക്കാൻ നമ്മൾ ചെയ്യേണ്ട അവസ്ഥകൾ എംഫസിസ് കമ്പോസിഷൻ അത് വേണമല്ലോ. അതുകൊണ്ട് ഡിസ്റ്റൻസിന് പറയാൻ വേണ്ടി ഇത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഘടകമാണെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതൊക്കെ വേദിക്ക് അനുസൃതമായിട്ടാണ് ഈ കമ്പോസിഷനൊക്കെ വരേണ്ടത് അല്ലേ. ഇപ്പോൾ അതിന് എന്നൻപിള്ള ഒരു തമാശ പറയാറുണ്ട്. നമ്മളിപ്പോൾ ഈ ആംഫി തിയേറ്ററിൻ്റെ കാര്യം പറഞ്ഞു, ഓപ്പൺ സ്പേസിൻ്റെ കാര്യം പറഞ്ഞു, പ്രൊസീനിയം തിയേറ്റർ എന്ന് മറ്റൊന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ കൂടെ പറയുന്നില്ലെങ്കിലും വേദി സമഗ്രമായിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അതിൻ്റെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് തിയേറ്റർ പറയുമ്പോൾ അതിന് വേറൊരു സമഗ്രതയുണ്ട്, അതിവിശാലമായ സമഗ്രത. അത് ഞാൻ പറഞ്ഞ് കുറേ വിട്ടിട്ട് നമ്മൾ പറയുന്നത്. അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഫെസിലിറ്റിയെ പറ്റി പറഞ്ഞപ്പോൾ എന്നൻപിള്ളയുടെ ഒരു വാക്ക് ഞാൻ ഇവിടെ നമ്മൾ പറയുകയാണ്. നല്ല നാടകവും അതിനെ പറ്റിയ അഭിനേതാക്കളും ഉണ്ടായാലും പോരാ, അവതരിപ്പിക്കാൻ പറ്റിയ തിയേറ്റർ സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം. എന്നാൽ മലയാള നാടകവേദിയുടെ ഇന്നത്തെ നില വെച്ച് നോക്കിയാൽ ഇതൊരു പ്രശ്നമായി അംഗീകരിക്കാനാവില്ല. സഹ്യപർവ്വതം മുതൽ അറബിക്കടൽ വരെ നീണ്ടു പരന്നതാണ് നമ്മുടെ തിയേറ്റർ. മുകളിൽ ആകാശം, താഴെ ഭൂമി. ഇതിലെ സർക്കാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. അന്നൻപിള്ളയുടെ എല്ലാം സർക്കാസ്റ്റിക്കാണല്ലോ, പ്രച്ഛന്നഹാസ്യമാണല്ലോ. അതിലൂടെ അദ്ദേഹം ധ്വനിപ്പിച്ചത് ഒരു ജീവിതകാലം മുഴുവൻ ഈ നാടകവേദിയിൽ രാപ്പകൽ കിടന്ന് ഓടിയ ഒരു മനുഷ്യൻ്റെ വാക്കാണത്. എക്സ്പീരിയൻസിൽ നിന്ന് ഇതൊക്കെ പറഞ്ഞ് പരാജിതനായ ഒരാളുടെ വാക്കാണത്. നമ്മുടെ വേദി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ 75 കൊല്ലത്തെ പ്രൊഫഷണൽ നടത്തുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്താണ് വേദി വികസിക്കാത്ത, ഇൻഫ്രാസ്ട്രക്ചർ വികസിക്കാത്ത എന്താണ്, ആരാണ് ഉത്തരവാദി? അപ്പോൾ സ്റ്റാറ്റിക്കായി നിന്ന ഒരു കലയുടെ ഒരു ഫ്രെയിം വർക്കിൽ ഉറച്ചു നിന്ന കമേഴ്സ്യൽ തിയേറ്ററിന് വികാസം എന്തിന് എന്നുള്ള സങ്കല്പമാണ്. വികസിക്കുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ നിർത്തില്ല. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ബോംബെയിൽ ഷൺമുഖാനന്ദ ഹാളിൽ കളിക്കുന്ന പ്രൊഫഷണൽ നാടക ട്രൂപ്പിൻ്റെ സ്ഥിതി എന്താണ് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഒരു വലിയ ഫേസ് മുഖം അവർ കെട്ടി 2 സൈഡിൽ നിന്ന് മറച്ച് കൊടുത്ത് ഒരു കൊച്ചു പ്രൊസീനിയമാക്കി അവിടെ കളിക്കാൻ നിർബന്ധിതരാണ്, ബാധ്യസ്ഥരാണ്.
കാരണം അത് ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ആയതുകൊണ്ടെന്നുള്ള ഒന്ന്. മറ്റേത് അല്ലാത്തൊരു ഫോർമാറ്റ് അവിടെ കൊള്ളില്ല, വശമില്ല. അത് ഈ പറഞ്ഞ സൈറ്റ് കൊണ്ടും ശബ്ദം കൊണ്ടും എൻ്റെ ഈസ്തറ്റിക്സ് കൊണ്ടും കമ്പോസിഷൻ കൊണ്ടും ഒക്കെ റിജിഡാണത്, റിജിഡ്. അത്തരത്തിലുള്ളൊരു സങ്കല്പത്തിൽ നിന്നും നമ്മൾ വ്യതിചലിച്ച് ഇങ്ങനെ വികസിതമായൊരു നാടകത്തിൻ്റെ ഈസ്തറ്റിക്സിലേക്ക് ഇറങ്ങുകയാണ് അപ്പോഴൊക്കെയാണ് പലതും കൊണ്ടും ആ വേദിയിൽ കിടന്ന് ഇതൊക്കെ പറഞ്ഞ് വിജയം ഏറ്റുവാങ്ങിയപ്പോഴും പരാജിതനായ ഒരു മനുഷ്യൻ്റെ വാക്ക് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. അദ്ദേഹം ഇതിന് സമാനമായിട്ട് മറ്റൊരു വാക്കും കൂടി അദ്ദേഹം പറഞ്ഞിട്ടുള്ളതും കൂടി ഞാൻ നിങ്ങളോട് പറയേണ്ടതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അനധിവിദൂര ഭാവിയിൽ ഇവിടെ നാടകത്തിൽ സൗകര്യങ്ങളൊന്നുമില്ല, അതൊരു കൊച്ചു വെള്ളമിറക്കാൻ പോകുന്നൊരു തോട് പോലുമല്ലാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞത്, അനധിവിദൂരമായ ഭാവിയിൽ ഞാനെൻ്റെ മനസ്സിൽ കാണുന്നു തീവ്രതയുള്ള ഒരു ഓഷ്യനായി മാറും നാടകവേദി. അവിടെ ആ നാടകവേദിയിലൂടെ ഇങ്ങനെ തീക്കപ്പൽ ഓടുന്നൊരു അവസ്ഥ നാളെ ഉണ്ടായിക്കൂടാ എന്നില്ല. ഞാനങ്ങനെ എൻ്റെ മനസ്സിൽ നാടകവേദിയുടെ വികാസം കാണുന്നു എന്ന് അദ്ദേഹം പ്രത്യാശാപൂർവം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള നാടകവേദിയുടെ സമഗ്രമായ അഴിച്ചുപണികളിലൂടെ അതിൻ്റെ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ വ്യാപ്തി നാനാതുറകളിലേക്കും വ്യാപിപ്പിക്കുമ്പോൾ ഈ ചിന്തകളൊക്കെ ഈ ഒരു സംവിധായകൻ്റെ മനസ്സിലുണ്ടാവേണ്ടതാണ്. നമ്മൾ ഈ സംവിധായകനെ തന്നെ ഊന്നി പറയുന്നത് എന്താണെന്ന് ചോദിക്കും. ഇത് ചുക്കാൻ പിടിക്കുന്ന അയാളായതുകൊണ്ട് അതൊരു വളരെ ക്രിയാത്മകമായ ഒരു കലയാണോ, അതല്ല സുഹൃത്തുക്കളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു സാധാരണ ബൈ പ്രോഡക്റ്റ് ആണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതല്ല എന്നുള്ള അർത്ഥത്തിലേക്കാണ് ഈ സമഗ്രത വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ ഇനി അരങ്ങിലെ ചിത്രങ്ങളുടെ വിശദീകരണങ്ങൾ തന്നെയാണ് ബാക്കിയെല്ലാം നമുക്ക് വേണ്ടത്. ഇവിടെ നമ്മൾ ഇത്ര നേരം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഡിസൈൻ ചെയ്യുക. ഈ അരങ്ങിൽ ഇതൊക്കെ ഡിസൈൻ ചെയ്ത് കിട്ടുന്നുണ്ട്, രൂപകൽപ്പന ചെയ്ത് പലതും ചേർക്കുന്നത്. ഈ ചേർക്കുന്ന വസ്തുക്കളുടെ പിന്നാമ്പുറത്തേക്ക് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? രൂപകൽപ്പന ആദ്യം ആരാ മനസ്സിലുണ്ടാവുന്നത്? നാടകകൃതി മനനം ചെയ്ത് നടനോ അഭിനേതാക്കൾക്ക് എന്തൊരു സംശയം വന്നാലും എന്ത് ചോദ്യങ്ങൾക്കും ഉത്തരം റെഡിയായി പറയാൻ കഴിവുള്ളത്ര സമ്പന്നനായിരിക്കണം അതിൻ്റെ പഠനം കൊണ്ട് സംവിധായകൻ എന്നാണ് പറയാറുള്ളത്. ശങ്കരപ്പിള്ള സാർ ആ ക്ലാസ്സിലൊക്കെ അന്ന് വളരെ വ്യക്തമായി പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. 73 ഈ എബ്രിഡ്ജ് സിലബസിൽ പഠിപ്പിക്കുമ്പോൾ സാറിൻ്റെ സംവിധാന ക്ലാസ്സിൽ അത്തരം ചില ആശയങ്ങൾ തീവ്രമായിട്ട് നമ്മളെ മനസ്സിൽ തറച്ചു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ടോട്ടൽ തിയേറ്റർ എന്ന് പറഞ്ഞാൽ സകലം കൈകാര്യം ചെയ്യുന്നൊരു സംവിധായകൻ്റെ സമഗ്ര പഠനം ഒരു അനിവാര്യതയാണെന്ന് തോന്നാൻ പര്യാപ്തമായ ഉത്തേജനങ്ങളായിരുന്നു അതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമഗ്രത ഈ ഡിസൈൻ എന്ന് നമ്മൾ പറഞ്ഞു ഇട്ടയിടത്തേക്കാണ് വരുന്നത്. ഒരു വേഷങ്ങൾക്കും ഓരോ വിഷയങ്ങൾക്കും രൂപകൽപ്പനകളുണ്ട്. എന്താണ് രൂപകൽപ്പന? അരങ്ങെന്നുള്ള സ്പേസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പരിപരസിലൂടെ പോവുകയാണ്. രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒരു അരങ്ങാണ് നിങ്ങൾ ഈ കാണുന്നതെങ്കിൽ അതിൻ്റെ ബേസിക് എലിമെൻറ്റ്സ് എന്താണ്? ലൈൻ, ഷേപ്പ്, സ്പേസ്, കളർ, ടെക്സ്ചർ, ഓർണമെൻറ്റ്, ഇങ്ങനെ പോകുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഇത്രയെങ്കിലും. വരകൾ രൂപകൽപ്പന തീരും. വരകളുടെ അംശം എല്ലാ ഡിസൈനിൻ്റെ അകത്തുണ്ടായിരിക്കും. അതിൻ്റെ ഷേപ്പാണ് രൂപകൽപ്പനയ്ക്ക്. ഒരു കെട്ടിട നിർമ്മാണം രൂപകൽപ്പന ചെയ്യുകയാണെങ്കിൽ പോലും ആ സ്പേസ് പ്രധാനം, അതിൻ്റെ ഷേപ്പ് പ്രധാനമാണ്. അതിനിടയിലുള്ള സ്പേസും അതിൻ്റെ ഷേപ്പും ഓരോന്നും പ്രധാനമാണ്. അതേസമയത്ത് തന്നെ അതിൻ്റെ കളർ, ഓരോ കളറിനും ഓരോ ആശയമുണ്ടെന്ന്, രംഗത്ത് ഓരോ ചിത്രത്തിനും ഓരോ അന്തരാർത്ഥം കൽപ്പിക്കുന്നുണ്ട് എന്നും സംവിധായകൻ അറിയാമല്ലോ. ടെക്സ്ചർ, അതിൻ്റെ തരഭേദം. എന്ത് ടെക്സ്ചർ? ഒരു തുണിയെടുത്ത് അതിൻ്റെ ടെക്സ്ചർ, ഒരു പ്രതലത്തിൻ്റെ പരപരപ്പാണോ മിനുസമാണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു ടെക്സ്ചർ പോലും കാഴ്ചക്കാരന് മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതിൻ്റെ ആലങ്കാരികമായ മറ്റു ഭംഗികൾ അനിവാര്യമെങ്കിൽ അങ്ങനെ ഓർണമെൻറ്റ്സ്. ഈ എലിമെൻറ്റ്സിൽ നിന്നുകൊണ്ടാണ് ലോകത്തെല്ലാ രൂപകൽപ്പനകളും ചെയ്യുന്നത്. അത് രൂപകൽപ്പന ചെയ്യുന്ന മനസ്സിന് ഒരു പ്രോസസ്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഈ സമഗ്രത, ഈ ഡിസൈൻ പ്രോസസ്സിൻ്റെ സയൻസ് ഒരു സമഗ്രതയാണ്. അതും ഈ രംഗവേദിയിലേക്ക് നമുക്ക് ആവശ്യമാണ്. അത് മറ്റൊരു ഘടകമാണ്. അത് പ്രോസസ്സിൻ്റെ ഒരു സയൻസ്. അത് നമുക്ക് സമയം ഉണ്ടെങ്കിൽ പറയാം. ഒരാൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിൽ അയാളും സംവിധായകനെ പോലെ എന്തൊക്കെ പഠിച്ചിരിക്കണം എന്നുള്ളതിൻ്റെ ശാസ്ത്രീയതയാണ് ആ രൂപകൽപ്പന. അങ്ങനെയുള്ള ഒരാളുടെ രൂപകൽപ്പനയാണ് രംഗത്തിൽ സെറ്റിനും കോസ്റ്റ്യൂമിനും മ്യൂസിക്കിനും ലൈറ്റിനും ഒക്കെ ഉണ്ട്. അവിടെ ഓരോരുത്തർക്കും ആ ധർമ്മം മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടല്ലോ. സോ ലൈൻ, സ്പേസ്, ഷേപ്പ്, കളർ, ടെക്സ്ചർ, ഓർണമെൻറ്റ്, ഇത് നിന്നുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സയൻസ് നമുക്ക് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടിയിരിക്കുന്ന. രൂപകൽപ്പന ചെയ്യുന്ന ഒരാൾ ഇതൊന്നും അറിയാണ്ടൊരു സാധനം ഉണ്ടാക്കിയാൽ പോലും
അതിൻ്റെ രൂപകൽപ്പനയുടെ സയൻസ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരാൾ അങ്ങനെ ചെയ്തേ പറ്റൂ. പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ വ്യത്യാസം ആവേണ്ട. പ്രൊഫഷണലിസം, പ്രൊഫഷണൽ ഇതൊക്കെ തിരിച്ചറിയപ്പെട്ടുള്ള വാക്കുകളാണ്. ഞാൻ പറയാം, ഒരു ചെറിയൊരു കരുവി, ഒരു കളി സാധനം തമാശയിൽ ഉണ്ടാക്കുന്ന ഒരു പപ്പറ്റ് ആയിക്കോട്ടെ, അത് ഒരു നേരം പോക്കായിരിക്കാം, ഒരു അമേച്ചറോ പ്രിമേച്ചറോ വർക്കായിരിക്കാം. പക്ഷെ അത് പ്രൊഫഷണലി വാങ്ങാനും വില കൊടുത്ത് വാങ്ങാനും പാകത്തിന് പര്യാപ്തമായ ക്വാളിറ്റിയും പ്രവർത്തനക്ഷമതയും ഉണ്ടായെന്നൊരവസ്ഥ അതിനുണ്ടെങ്കിൽ അത് എന്ത് നിലവാരമുണ്ടെന്നാണ് നമ്മൾ പറയുക? പ്രൊഫഷണൽ സ്റ്റാൻഡേർഡുള്ള സാധനം എന്നാണ് നമ്മൾ പറയാം. പ്രൊഫഷണൽസ് അങ്ങനെയാണ് കണക്കാക്കേണ്ടത്. നമ്മളൊരു പ്രൊഫഷണലായിട്ട് വസ്തുത സ്വീകരിക്കുന്നതും അതിന് കമേഴ്സ്യലിസം അതിനകത്ത് ഉൾപ്പെടുന്നതും ഒക്കെ ഈ തരഭേദങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ ബ്രാഞ്ചും നമുക്ക് പഠന വിഷയമാക്കേണ്ടതാണ്. അരങ്ങിൻ്റെ ചിന്തയിൽ എന്നുള്ള സമഗ്രതയിലേക്ക് ഞാൻ വിരൽ ചൂണ്ടുകയാണ്. സർവശാസ്ത്ര സമ്പന്നം സർവശില്പ പ്രവർത്തകം എന്ന് പറഞ്ഞത് ഓർക്കുണ്ടായിരിക്കുമല്ലോ നിങ്ങൾ. അതിലേക്ക് നമ്മളങ്ങനെ ഒഴുകിപ്പോവുകയാണ്. സോ രൂപകൽപ്പന അരങ്ങിൽ മൊത്തം ഗ്രഹിച്ചു നിൽക്കുന്ന രൂപകൽപ്പനയുടെ വിശേഷങ്ങളാണ്. ഇനി ഈ ഡിസൈനിന് അതുമാത്രം പോരാ. ഈ പ്രത്യേകതകൾ വെച്ചുകൊണ്ട് ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു സെറ്റ് എന്ന് വെച്ചോളൂ. ആ സെറ്റിനകത്ത് എന്തൊക്കെ വേണം, ആ സെറ്റും ക്യാരക്ടേഴ്സിനൊക്കെ ലൈറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് പ്രേക്ഷകൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ പ്രേക്ഷകൻ ഇതൊന്നും നോക്കി വിലയിരുത്താനല്ല ഇരിക്കുന്നത്. ഇതിൻ്റെ ആകെ അപ്പീൽ എന്ന് പറയുന്നത് പ്രേക്ഷകൻ ഉണ്ടാവണം. ആ സ്പിരിറ്റ് എന്താവണമെന്ന് സംവിധായകൻ അറിയുകയും ചെയ്യാം. അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ചില പ്രിൻസിപ്പിളുണ്ട്. ആ പ്രിൻസിപ്പിൾ കുറേയും കൂടി സംവിധായകന് ബാധകമാണ്. ബാലൻസ്, റിതം, ഹാർമോണി, എംഫസിസ് ആൻഡ് പ്രപ്പോർഷൻ. എല്ലാ ഫ്രെയിമിൻ്റെയും ഒരു ചിത്രം എടുത്താൽ, ഒരു വസ്തുവിനെ കണ്ടാൽ, ഒരു ഫ്രെയിം കണ്ടാൽ, ഒരു ഫോട്ടോ കണ്ടാൽ, ഒരു നാടക ചിത്രം കണ്ടാൽ ഒക്കെ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് അതിനുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്കത് വേണമെങ്കിൽ നമ്മളത് വെച്ചിരിക്കണം. ഇപ്പം നോക്കൂ, ബാലൻസ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന കഥാപാത്രങ്ങളുടെ ബാലൻസ്, റിതം, ഹാർമോണി, എംഫസിസ്, പ്രപ്പോർഷൻ ഇതൊക്കെയും അതിന് അനിവാര്യമാണ്. നമ്മൾ നേരെ കോമ്പോസിഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ ഈ പറഞ്ഞ ബാലൻസ് തമ്മിലുണ്ടോ? അതൊക്കെ നമ്മൾ ആ കഥാവസ്തുവിൻ്റെ സന്ദർഭോചിതമായിട്ട് ആണ് നമ്മൾ ബാലൻസ്. ഒരു ത്രാസിൽ വെച്ച് ബാലൻസ് അളക്കുന്ന ബാലൻസ് അല്ല കേട്ടോ. ഒരു സംഗീതത്തിനായാലും ഒരു ചിത്രകലയ്ക്കായാലും ആസ്വാദനത്തിലായാലും ബാലൻസും ഇക്വിലിബ്രിയും റിതവും ഒക്കെ ഉണ്ട്. നടൻ്റെ ശരീരത്തിൻ്റെ ചലനങ്ങൾക്കായാൽ പോലും. അത് നടൻ്റെ പെർഫോമേഴ്സ് യോഗ എന്ന് പറഞ്ഞൊരു വിഷയം പഠിപ്പിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, സംഗീതം സംഗീതം പോലെയാണ് എന്ന് പറയാറുണ്ട്. അതിനൊക്കെ ഈ ശരീരത്തിൻ്റെ താളവും മനസ്സിൻ്റെ റിതവും ഒക്കെ ചേർന്ന് അങ്ങനെ സുഖസമസ്തര സംഗീതം, ജീവിത സംഗീതം തീർക്കുകയാണ് യോഗ എന്ന് പറയാറുണ്ട്. ആക്ടറുടെ പ്രപ്പോർഷനേറ്റ് ബോഡിയുടെ ചലനങ്ങൾ വെച്ച് പോകുമ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട്. അതൊക്കെ നമ്മുടെ സമഗ്രതയിലെ ഒരു ഭാഗമാണ് കേട്ടോ. നടൻ്റെ ശരീരത്തിന് പോലെ തന്നെ മനസ്സിനും ട്രീറ്റ്മെൻറ്റാണ് യോഗ. മനസ്സ് എന്തുകൊണ്ട് അങ്ങനെയാവണം, എന്ത് വേണമെന്നൊക്കെ പറയുന്നത് ഇനി ആക്ടേഴ്സ് ട്രെയിനിങ് ക്ലാസ്സിൻ്റെ ഭാഗമാണ്. അത്ര ആഴത്തിലേക്ക് പോകാൻ നമുക്ക് പറ്റില്ല. ഓരോ നുള്ളെടുത്താലും അതിൻ്റെ അപ്പുറത്തേക്ക് തെന്നി മാറി ഒരു വിശാലത ഉണ്ടായിരിക്കും. അത് നാടകമായിട്ട് ചേർക്കുന്ന സമഗ്രതയാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ ബാലൻസ് ഉണ്ട്, ഹാർമോണി ഉണ്ട്, തമ്മിലുണ്ടാകുന്നൊരു ഹാർമോണി ഉണ്ട്. അത് ഏത് ആശയത്തിനാണ് അങ്ങനെ കമ്പോസ് ചെയ്യപ്പെട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ഈ ചിത്രത്തിന് നിങ്ങൾക്ക് ആശയം കൊടുക്കാം, അർത്ഥം കൊടുക്കാം, സന്ദർഭം നിങ്ങളെ മനസ്സിലുണ്ടാക്കാം. അപ്പോൾ ബാലൻസും ഹാർമോണിയും റിതവും ഉണ്ടാവും ഇതിന് തുടർചലനങ്ങൾക്ക്. ഇങ്ങനെയാണ് ഒരു രൂപകൽപ്പനയ്ക്ക് വേണ്ടത്. ഇതിൽ സ്പേസിൻ്റെ റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ഒന്നിലേക്ക് വേണ്ട റിലേഷൻഷിപ്പ് ഉണ്ടായാൽ മാത്രം പോരാ, വ്യക്തമായി കാണിക്കും വേണം. ഡയമെൻഷണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവണം, പ്രതലത്തിൽ നിന്നും ഉള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവണം. പിന്നെ ഇതിൽ എംഫസിസ് എന്ന് പറഞ്ഞൊരു സാധനം പ്രത്യേകിച്ചുണ്ട്. അത് ഏതിനാണോ പ്രസക്തി, ഒരു ചിത്രം വലിയൊരു ഫ്രെയിമിൽ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ആ ചിത്രത്തെ നോക്കിയിട്ടുണ്ട് മഹാന്മാരുടെ ചിത്രങ്ങളൊക്കെ. ഇത്തരം ഫ്രെയിം കോമ്പോസിഷൻ്റെ പ്രസക്തി പഠിക്കാൻ ഏറ്റവും നല്ല ചിത്രം ഒബ്സർവ് ചെയ്യലാണെന്ന് പറയാറുണ്ട്. അൽക്കാസി എപ്പോഴും ഊന്നി പറയുന്നവരാണ്. അദ്ദേഹം ചിത്രത്തിൻ്റെ ഒരാൾ കൂടിയിട്ടാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഗാലറിയിലും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചിന്തിച്ചാൽ പഠിച്ച ആൾക്കറിയാൻ പറ്റും. ഒരു ചിത്രത്തിൻ്റെ പഠനം എന്ന് പറയുന്നത് രംഗത്ത് ഈ കമ്പോസിഷൻ്റെ പഠനമാണ്, ലൈറ്റിങ്ങിൻ്റെ പഠനമാണ്, കോസ്റ്റ്യൂമിൻ്റെ പഠനമാണ്, നൃത്ത ചലനങ്ങളുടെ പഠനമാണ്. ഒക്കെ അതെ, നാടകത്തിൻ്റെ പഠനം തന്നെ സമഗ്രമായിട്ട് ജീവിതത്തെയാണ് പഠിപ്പിക്കുന്നത്. ജീവിതം പഠിപ്പിക്കുകയാണ് നാടകം എന്ന് പറഞ്ഞാൽ ആ സമഗ്രത പൂർണ്ണമായി. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഈ സമഗ്രതയിൽ ഒരു എംഫസിസ് കാണുമല്ലോ.
ഇപ്പോൾ ഈ 3 വ്യക്തികളെയാണ് എംഫസൈസ് ചെയ്യേണ്ടത്. ഈ ചിത്രങ്ങളൊന്നും പ്രസക്തമല്ല എന്ന് സംവിധായകൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അവിടെ എംഫസിസ് ആർക്ക് പോകും? ആ കമ്പോസിഷന് പോകും. അതല്ല, ഈ എംഫസിസ്, ഈ ഹൈലൈറ്റ് ഇവിടെയാണെങ്കിൽ അവിടുന്ന് താഴെ കൊണ്ടുവരുന്ന ഇയാളെയും കൂടി ചേർത്താൽ പിന്നെ ബാക്കിയൊന്നും കാണാതാവുന്ന തരത്തിൽ ഈ ചിത്രത്തിന് അർത്ഥം മാറ്റിയെടുക്കാം. ഇത് സംവിധായകൻ്റെ മനസ്സിൽ അർത്ഥം മാറണം എന്ന് വിഭാവനം ചെയ്താൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, അന്ത്യരംഗത്ത് വിത്ത് ലൈറ്റിംഗ് കണ്ടീഷനോടുകൂടി അവസാനം ചേർക്കുന്ന അതാണല്ലോ, ഇൻ ദി ലൈറ്റിംഗ് കണ്ടീഷൻ ഹൗ വിൽ ബി ദ ഫൈനൽ കമ്പോസിഷൻ എന്ന് ചിന്തിക്കുന്ന സംവിധായകനായിരിക്കണം അത് അറേഞ്ച് ചെയ്യുന്നവൻ ആദ്യം എന്നുള്ള പെർഫെക്ഷനെ പറ്റി പറയുമ്പോൾ അങ്ങനെയാണ് ഞാൻ പറയേണ്ടത്. ഇനി അങ്ങനെ അതിന് ചേരുന്ന മറ്റ് വിഷയങ്ങളെക്കുറിച്ചുകൂടി പറഞ്ഞാണ് നമുക്ക് പോകേണ്ടത്. തൽക്കാലം നമുക്കതിനെ ഈ ഡിസൈൻ എന്ന് ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മൾ പഠിക്കേണ്ട ഇവിടുത്തെ സമഗ്രതയിലേക്ക് ചേർക്കേണ്ട വസ്തുതകളെ പറ്റി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ സ്പേസ്, സൈറ്റ് ലൈൻ, ഇൻറ്റൻസിറ്റി, കളർ, ഇതൊക്കെ പറഞ്ഞു. ഈ കളറിനെ പറ്റി പറഞ്ഞ കൂടുതൽ ഇതേപോലെ തന്നെ ഡിസൈൻ ചെയ്യേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ കളർ എന്നൊരു സംഗതി അരങ്ങിൽ നിന്ന് നമുക്ക് വേറിട്ട് നിർത്താൻ കഴിയും. നമ്മളിവിടുന്ന് കോസ്റ്റ്യൂം കളറാണ്, ലൈറ്റിൽ കളറുണ്ടായിരിക്കും, സെറ്റ് കളർഫുള്ളാണ്, ആക്ടർ അല്ലാതെ പലതരക്കും കളർ പ്രോപ്പർട്ടീസ് കളർഫുള്ളാണ്. അപ്പോൾ ഒരു സിറ്റുവേഷൻ, അതിപ്പോൾ ശാകുന്തളമായാലും ശരി, ഈ അതിശാസ്ത്രീയതയാർന്ന മോഡേൺ പ്ലേ ആയാലും ശരി, ആ കമ്പോസിഷനിൽ വർണ്ണത്തിൻ്റെ മേളനം അനിവാര്യമാണെന്ന് തോന്നുമ്പോഴൊക്കെ അവിടെ സ്വീകരിക്കേണ്ടതായത് ആ വർണ്ണങ്ങളുടെ മേളനത്തിൻ്റെ സയൻസാണ്. അതും ലൈറ്റിംഗ് ക്ലാസ് ആയിട്ട് കാണേണ്ട, അതിനുള്ളിൽ പ്രവർത്തനം ഇത് വേറെയാണ്. ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞ ആ സയൻസിൻ്റെ അംശം തന്നെ ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾക്കറിയാം, റെഡ്, ബ്ലൂ, ഗ്രീൻ, ഈ 3 കളറാണ്. RBG നമ്മൾ TV കണ്ടാലും ക്യാമറ കണ്ടാലും എന്ത് കണ്ടാലും നമ്മൾ RBG സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതാണ് അടിസ്ഥാന വർണ്ണങ്ങൾ. റെഡ്, ബ്ലൂ, ഗ്രീൻ എന്ന് പറഞ്ഞ അടിസ്ഥാന വർണ്ണം, ലോകത്ത് പ്രകാശം കൊണ്ട് കാണുന്ന പ്രകാശത്തിൻ്റെ അടിസ്ഥാന വർണ്ണം അതാണ്. എന്നാൽ ഇത് മാത്രമാണോ പ്രകാശത്തിലുള്ളത്? ഇല്ല. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് കളേഴ്സ് പ്രകാശത്തിൽ. പക്ഷേ സൂര്യപ്രകാശത്തിൽ നോക്കിയാൽ നമുക്ക് കളർ കാണുമില്ല. അതിനെ പ്രസത്തിലൂടെ ഫിൽറ്റർ ചെയ്ത് നമുക്ക് ഈ പ്രൈമറി കളറും സെക്കൻഡറി കളറും കാണാൻ കഴിയും. അതാണ് പ്രകാശത്തിൻ്റെ സയൻസ്. ഈ സയൻസും നമ്മളിവിടെ ചേർക്കും. അതുകൊണ്ടാണ് ഈ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കൽസും മാഗ്നറ്റിസവും ലൈറ്റും ഒക്കെ ഇതിൻ്റെ പാഠത്തിൻ്റെ ഭാഗമാകുന്നത്. ഈ പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അരങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതും അതുകൊണ്ട് വിനോദത്തിനും വിദ്യാഭ്യാസത്തിനും എന്ന് പറഞ്ഞ പോലെ വിദ്യാഭ്യാസത്തിന് അരങ്ങൊരു മീഡിയമാകുന്നതും ഇത്തരം സമഗ്രതയുടെ ഭാവത്തിലാണ്. നിങ്ങൾ വിദ്യാഭ്യാസത്തിന് അരങ്ങ് മീഡിയമാവാമെന്ന് പറയുമ്പോൾ കുട്ടികളുടെ നാടകവേദിയാണ് തിരിച്ചേക്കരുത്. ചിൽഡ്രൻസ് തിയേറ്റർ അത് വേറൊരു ലോകമാണ്. ഞാൻ ചിൽഡ്രൻ തിയേറ്റർ ഫോർ എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. അത് വേറിട്ടൊരു സംഭവമാണ്. നിങ്ങൾക്കൊരു നടനെ പരിശീലിപ്പിക്കാൻ നടന് പങ്ക്ച്വാലിറ്റിയും ഓർമ്മശക്തിയും ഹൈജീനിക് സെൻസും ഫ്ലെക്സിബിലിറ്റി ഓഫ് ബോഡിയും ഇമാജിനേഷനും സ്റ്റെബിലിറ്റി ഇൻ മൈൻഡും ഒക്കെ വേണം. നല്ല ഫോണറ്റിക്സ് വേണം, നല്ല സാഹിത്യാംശം വേണം, നല്ല ശരീരം വേണം, മുഖം വേണം, ഒക്കെ വേണമെങ്കിലും നമ്മളെ ശരീരത്തിൻ്റെ ബേസിക്കായിട്ട് ലൈഫ് സ്റ്റൈൽ ശീലിക്കാൻ നമ്മൾ ഇന്ത്യൻ ട്രഡീഷൻ അനുവദിക്കുന്ന ഒരു സാധനമാണ്, ഒരു സയൻസാണ് നമ്മുടെ ഹെൽത്ത് അവെയർനെസ്. അതിൽ പലതുമുണ്ട്, ഇൻക്ലൂഡിങ് യോഗ. അതുപോലെയാണ് ഇതൊക്കെ. അപ്പോൾ അത് തിയേറ്ററിന് ഇങ്ങോട്ടും തിയേറ്റർ കൊണ്ട് അതും പഠിക്കാൻ കഴിയുന്നിടത്തേക്ക് വികസിക്കുമ്പോഴാണ് തിയേറ്റർ ഫോർ എഡ്യൂക്കേഷൻ ആവുക. അത് നിൽക്കുന്നിടത്ത് ഞാൻ ചെറിയൊരു ഉദാഹരണം സൂചിപ്പിക്കും. ഞാൻ ഒരു അമേരിക്കയിലാണ്, വാഷിങ്ടൺ DC-യിൽ നിന്ന് ഒരു 40 കിലോമീറ്ററോളം അകലെയുള്ള ഒരു ചെറിയ സ്കൂൾ, പല സ്റ്റേറ്റുകളിലായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഈ കുട്ടികളുടെ പെർഫോമൻസിന് വേണ്ടി തന്നെ പോയതാണ്. അവിടെ തിയേറ്റർ എന്ന് പറയുന്നത്, ഞാൻ അതിശയോക്തി ചേർത്ത് പറയുന്നില്ല, വികസിത രാഷ്ട്രങ്ങളിലെ അധിഭാഗത്വങ്ങളൊക്കെ പഠനത്തിൽ പറയുന്നതൊന്നും യുക്തിയല്ല എന്ന് എനിക്കറിയാം. നമ്മൾ എങ്ങും എത്താത്ത നമുക്കൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളൊന്നും അതിന് മുകളിൽ വ്യഗ്രതപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ ഈ വിദ്യാഭ്യാസത്തിനും തിയേറ്ററിനും തൊട്ടതുകൊണ്ട് മാത്രം സൂചിപ്പിക്കുകയാണ്. ഒരു ചെറിയൊരു KG ക്ലാസ് പോലത്തെ ഒരു സ്കൂളിനകത്ത് ഹൈലി എക്യുപ്ഡ് തിയേറ്റർ ഉണ്ടായിരുന്നു. ഹൈലി എക്യുപ്ഡ് തിയേറ്റർ. ഇത് എന്തിനാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ഇപ്പോൾ അതിനേക്കാൾ വികസിതമായ തിയേറ്ററും എഡ്യൂക്കേഷനുള്ള രാജ്യങ്ങൾ വേറെയുണ്ട് കേട്ടോ. പക്ഷേ ആ ഒരു വസ്തുത പറയുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ലൈറ്റും മാഗ്നറ്റിസവും ബോഡിയും ഹൈജീനിക് സെൻസും പെർഫോമൻസും എസ്തെറ്റിക്സും ഭാഷയും ഫോണറ്റിക്സും ഭാവങ്ങളും
ഒക്കെ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രതലമാണത്. ഇതിൽ കൂടെയാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ അരങ്ങ് ഫോർ എഡ്യൂക്കേഷൻ മീഡിയം ആകുന്നതിൻ്റെ ഒരു തെളിവാണത്. അതിനെ വികസിപ്പിച്ച് അതിൻ്റെ ഹോൾ സിലബസ് ഹാസ് ടു ബി റീഓർഗനൈസ്ഡ് എന്നാണ് ഞാൻ പറയുക. വിഡ്ഢിത്തരമാണെന്നും അടികൊള്ളുന്ന ഭാഷയാണെന്നും നിങ്ങൾ പറഞ്ഞേക്കാം. ഞാനിപ്പോഴും ഇതിൽ വിശ്വസിക്കുന്നു. തിയേറ്റർ എന്ന് പറയുന്നത് കുട്ടികളുടെ ചിൽഡ്രൻസ് തിയേറ്റർ, കുട്ടികളെ നാടകം പഠിപ്പിക്കാൻ നമ്മളങ്ങനെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. അത് വേറെ വശത്തിരിക്കട്ടെ. അതില്ലെങ്കിൽ അതും ഇല്ലെങ്കിൽ ഇന്നും ഒന്നുമില്ല. അവർ വലുതാകുമ്പോൾ ശാസ്ത്രീയമായ ചിൽഡ്രൻസ് തിയേറ്റർ പഠിക്കാനുള്ള ബോധവൽക്കരണം ജനങ്ങൾക്കൊക്കെ ഇങ്ങനെ കൊടുത്താൽ അവർ വളരും. അതായിട്ട് പഠിക്കാൻ അവർ പഠിച്ചോളും ചെയ്യും. പക്ഷേ തിയേറ്റർ കൊണ്ട് ജീവിതം പഠിപ്പിക്കാനുള്ള ഒരു സമഗ്ര ഇൻ്റർ എക്സ്ചേഞ്ച് പോളിസി എന്നോണമുള്ളൊരു സമഗ്ര വിഭാവനം ചെയ്യുന്ന അവസ്ഥാവിശേഷം നമുക്കുണ്ട്. അത് സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ. അപ്പോൾ നാം വിസിബിലിറ്റിയുടെ കാര്യത്തിൽ ഒരു സയൻസ് അധ്യായനിച്ച് ചേർക്കുന്ന കാര്യത്തിൽ വർണ്ണത്തിലാണ് വന്ന് നിൽക്കുന്നത്. ഈ പ്രാഥമിക വർണ്ണങ്ങൾ സ്റ്റേജിലെ കമ്പോസിഷനിലുണ്ട്. എന്നാൽ ഈ ലൈറ്റിലെ കളറല്ല ചായത്തിൻ്റെ കളർ എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. ഒരു കോസ്റ്റ്യൂം ഡിസൈനറോ സെറ്റ് ഡിസൈനറോ സംവിധായകനോ നടൻ പോലും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇടുന്ന വസ്ത്രത്തിൻ്റെ വർണ്ണഭംഗി പശ്ചാത്തലത്തിലും ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഭേദമനുസരിച്ച് എങ്ങനെയെന്ന് ഒരു ക്യാമറാമാൻ അറിയുന്ന പോലെ. ക്യാമറാമാൻമാർക്ക് കളർ കൺവേർഷൻ ചാർട്ട് ബൈ ഹാർട്ടാണ്. ഇന്ന ആണ് വേഷമെങ്കിൽ ഇന്ന ഫിൽറ്റർ വെച്ചാൽ ഇങ്ങനെയാണ് വരുന്നത് അവർക്കറിയാൻ കഴിയും. അതുപോലെ നമ്മുടെ സംവിധായകന് പഠിച്ചിരിക്കണം. ഫിൽറ്റേഴ്സും വർണ്ണഭംഗിയും തമ്മിൽ, പിഗ്മെൻറ്റ്സും തമ്മിലുള്ള വ്യത്യാസം അവർ ശാസ്ത്രീയമായി പഠിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ രണ്ട് തരം കളർ ഞാൻ പറഞ്ഞത്, ബേസിക് കളറും പ്രൈമറി കളറും സെക്കൻഡറി കളറൊക്കെ ഉള്ള ലൈറ്റിൻ്റെ പ്രൈമറിയും ചായത്തിൻ്റെ പ്രൈമറിയും, ഇത് രണ്ടും തമ്മിൽ രംഗത്ത് രണ്ട് ശത്രുക്കളെ പോലെയാണ് പെരുമാറുക. അത് പറയാനാണ് ഞാൻ സൂചിപ്പിച്ചത്. മറ്റ് ലൈറ്റിങ്ങിൻ്റെ പ്രൈമറി ക്ലാസ്സിലേക്ക് നിങ്ങൾ പോകേണ്ടതാണ്. അതായത് റെഡും ഗ്രീനും കൂടി ചേരുമ്പോൾ നമുക്ക് യെല്ലോ കിട്ടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, രണ്ട് കളർ തമ്മിൽ ചേർത്താൽ യെല്ലോ കിട്ടും. റെഡും ബ്ലൂവും ചേർക്കുമ്പോൾ നമുക്ക് വയലറ്റ് കിട്ടും, സ്വാഭാവികമാണ്. ബ്ലൂവും ഗ്രീനും ചേർത്താൽ നമുക്ക് ബ്ലൂ ഗ്രീൻ എന്ന് പറഞ്ഞാൽ സിയാൻ കളർ, പീക്കോ കളർ കിട്ടും. ഇത്രയൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ രണ്ട് കളർ ചേർത്ത് ഒരു പ്രതലത്തിൽ പതിപ്പിച്ചാൽ അത് കിട്ടും നമുക്കറിയാം. ഇന്ന് ഈ രണ്ട് കളറും ചെന്ന് ചേരുന്നത് ഷർട്ടിലോ കോസ്റ്റ്യൂമിലോ ആണെങ്കിലോ, കോസ്റ്റ്യൂം എന്ന് പറയുന്നത് പിഗ്മെൻ്റാണ്, ചായമാണ്. ചായത്തിൻ്റെ അടിസ്ഥാന വർണ്ണവും വെളിച്ചത്തിൻ്റെ അടിസ്ഥാന വർണ്ണവും, അതിന് പേര് പറയുന്നത് ഒന്ന് അഡിറ്റീവ് പ്രൈമറീസ് എന്നും ഒന്ന് സബ്ട്രാക്റ്റീവ് പ്രൈമറീസ് എന്നുമാണ്. ഇത് രണ്ടും തമ്മിൽ ശത്രുക്കളാണ്. നമ്മൾ വിചാരിച്ചിടത്തല്ല നിൽക്കുക. അതുകൊണ്ടാണ് അതിൻ്റെ ചേരുവകൾ നമ്മൾ വേറെ തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. അതിപ്പോൾ അങ്ങനെ സങ്കീർണമാക്കല്ല ഞാൻ ചെയ്യുന്നത്. ഈ ഒരു ശാഖ നമ്മുടെ സമഗ്രതാഭാവത്തിൽ അതിസങ്കീർണത ഉണ്ടാവുകയും എന്നാൽ അതിസുഖത്തോടെ ചേർക്കാൻ കഴിയുന്ന ഇന്നത്തെ ഒരു വലിയ മാധ്യമമായിട്ട് കൈവശം ഒതുങ്ങിയിരിക്കുന്നതുമാണ് ഈ മോഡേൺ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ട് എന്ന് പറയാനാണ്. അതിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഒരു ഞാൻ ഫിൽറ്റേഴ്സ് എന്നൊരു വാക്ക് ഉപയോഗിച്ചു തോന്നുന്നു. കളർ ഫിൽറ്റേഴ്സ് നോക്കിക്കോളൂ. വർണ്ണങ്ങൾ നമ്മുടെ രംഗത്ത് സംവിധായകൻ ആദ്യം അയാളുടെ കയ്യിൽ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ സംവിധായകൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പീസ് ഉണ്ടാവും. ഇത് ആ റൗണ്ടിലുള്ള അത്രയും വർണ്ണങ്ങളുടെ അത് ടോർച്ചടിച്ച് നോക്കിയാൽ അയാൾക്ക് വർണ്ണം അറിയാൻ പറ്റും. ഇതിലേത് ടിൻ്റാണ് അല്ലെങ്കിൽ ഏത് ഷെയ്ഡാണ് അയാളുടെ ഫിൽറ്ററിൽ വെക്കേണ്ടത് എന്ന് അയാൾക്ക് അറിയും. അറിഞ്ഞാൽ അയാളുടെ ചിത്രങ്ങൾ മനസ്സിലെ ഇമോഷൻ അനുസരിച്ച് ആ ചിത്രത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയും. അതിന് കളർ ഫിൽറ്റേഴ്സ് എന്ന് പറയും. ഈ ഒരു സയൻസ് നിങ്ങൾ ലൈറ്റിംഗ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിലും ഇതിൻ്റെ വസ്തുത പറയുന്നത് എന്താ വെച്ചാൽ ഇതിന് ഓരോന്നിനും ഓരോ നമ്പറുകളാണ്. നമ്പർ 6 എന്ന് പറഞ്ഞാൽ പ്രൈമറി റെഡ് ആയിരിക്കും, നമ്പർ 20 പ്രൈമറി ബ്ലൂ ആയിരിക്കും, നമ്പർ 39 ഗ്രീൻ ആയിരിക്കും. ഇങ്ങനെ ഓരോ നമ്പറിനാണ് ഓരോന്നും. അത്രയും കൂടി നമ്മൾ അറിഞ്ഞാൽ ആ സംവിധായകന് പറയാം ഇന്ന നമ്പർ 57 ഈവനിങ് ഫിൽറ്ററാണ് വേണ്ടത് എന്ന് അയാൾക്ക് പറയാം. ഇത്രയേറെ പ്രൊഫഷണലിസം ഉൾക്കൊള്ളുന്നുണ്ട് ഈ സാങ്കേതികത്വത്തിൽ, സമഗ്രതാഭാവത്തിൽ എന്നാണ് ഞാൻ പറയുന്നത്. നോക്കിക്കോളൂ, ഇവിടെ RBG എന്ന് പറഞ്ഞ രണ്ട് മൂലക്കിലുള്ളതാണ്. അതിൻ്റെ സെക്കൻഡറി കളറുണ്ട്. ഇപ്പോൾ നേരെ ഇവിടെ ബ്ലൂവും ഗ്രീനും ചേർക്കുമ്പോൾ ബ്ലൂ ഗ്രീൻ കിട്ടുന്നു. അതിന് നേരെ R എന്നൊരു സംഗതിയുണ്ട്. ഈ കോർണറിൽ ബ്ലൂവിൽ നിന്ന് അപ്പുറത്ത് Y ഉണ്ട്, യെല്ലോ. ഈ വൈയും ബ്ലൂവും അതിൽ വിയും ഗ്രീനും അതുപോലെ ആറും ബ്ലൂ ഗ്രീനും, ഇതിനെ കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്നാണ് പറയുക. ഞാൻ അത് ചിത്രകല എന്ന് പറയുന്ന മറ്റൊരു സാങ്കേതികത്വം ഇതിനകത്ത് അരങ്ങിലുള്ളത് കൊണ്ട് അത് മറ്റൊരു സമഗ്രതയുടെ ലോകമാണ്, അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ ഒരു പ്രിൻസിപ്പിൾ പറയാൻ വേണ്ടി പ്രൈമറി കളർ, സെക്കൻഡറി കളർ, തൃശ്യ കളേഴ്സ്, ഈ കോംപ്ലിമെൻ്ററി കളേഴ്സ് ഉണ്ട്. ഇത് കോംപ്ലിമെൻ്ററിയാണ് ഈ കളേഴ്സൊക്കെ. സെക്കൻഡറി കളറും ഒരു പ്രൈമറി ഒരു സെക്കൻഡറി കൂടി ചേരുന്നതാണ് കോംപ്ലിമെൻ്ററി കളേഴ്സ്.
ഈ കോംപ്ലിമെൻ്ററി കളറിൽ ഏതെങ്കിലും ഒന്ന്, ഇപ്പോൾ യെല്ലോ ലൈറ്റാണ് കൊടുക്കുന്നത്, ഇത് ചായമാണ് ബ്ലൂ എങ്കിൽ, ലൈറ്റാണ് ഇത്, രണ്ട് ലൈറ്റാണെങ്കിൽ ബ്ലൂവും യെല്ലോവും ലൈറ്റാണെങ്കിൽ അത് റിസൾട്ട് നിയറർ ടു വൈറ്റിലേക്ക് പോകും. എന്നാൽ ഏതെങ്കിലും ഒന്ന് ചായമാണെങ്കിലോ നിയറർ ടു ബ്ലാക്കിലേക്കാണ് പോവുക. ഇതൊരു ഒരു 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 പലതരം കൺവേർഷൻ ചാർട്ടുകളിൽ ഒന്ന് മാത്രമാണ്. ഇതുപോലും അറിയുന്ന സംവിധായകന് ഒട്ടും പിഴക്കില്ല. അയാൾ എന്തൊരു ടവൽ കയ്യിൽ പിടിച്ചാലും അതിൻ്റെ ബാലൻസിനും ഇക്വിലിബ്രിയത്തിനും എംഫസിസിനും ഈ ആശയത്തിനുമൊക്കെ പിഴക്കില്ല എന്ന് പറയാൻ വേണ്ടി ഇത്രയൊക്കെ നമ്മൾ നോക്കുക സാധാരണ എന്ന് ചിന്തിച്ചേക്കാം, സ്വാഭാവികമാണ്. എങ്കിലും അത് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ഞാൻ അത് സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഇതിനകത്ത് ഈ ഡിസൈനിങ്, ഇപ്പോൾ നമ്മൾ സെറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ലൈറ്റ് ഇതൊക്കെ പ്ലാൻ ചെയ്ത് വരയ്ക്കാം. നമ്മൾ ഈ ചെയ്ത രൂപകൽപ്പനകളൊക്കെ റെക്കോർഡ് ചെയ്യാം. സംവിധായകന് റെക്കോർഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ ഡിസൈൻസ് ചെയ്യുന്ന സുഹൃത്തുക്കൾ വരച്ച് സംവിധായകന് കൊടുക്കും. അപ്പോൾ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചറൽ ഡ്രോയിങ് എന്ന് പറയുന്ന, സ്കെച്ചിങ് എന്ന് പറയുന്ന ഒരു കല കൂടി ഒരു നാടക പ്രായോഗിക പ്രവർത്തകൻ്റെ കൈവശം ഉണ്ടാവണം. നല്ലതാണ്. സംഗതി പറയാൻ, ആശയവിനിമയത്തിന് സയൻറ്റിഫിക് ആയിട്ടുള്ള റൂട്ടാണത് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കണം. ഇതൊരു സ്റ്റേജിൻ്റെ ഗ്രൗണ്ട് പ്ലാനാണ്. സെറ്റ് വെച്ചിട്ടുള്ള ഒരു സെറ്റാണത്. ആ സെറ്റിൻ്റെ ഗ്രൗണ്ട് പ്ലാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബേർഡ്സ് ഐ വിഷൻ, മുകളിൽ നോക്കിയാൽ കാണുന്നതാണ് ഗ്രൗണ്ട് പ്ലാൻ്റെ ബേർഡ് ഐ വിഷൻ. അങ്ങനെയുള്ളൊരു ചിത്രമാണത്. ഇത് വരച്ചാൽ ഇതിൻ്റെ പ്രപ്പോർഷനും ഇതിൻ്റെ ഡോറും ഇതിൻ്റെ ലെവൽസും ഒക്കെ ഒരാൾക്ക് വിശദീകരിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വരയ്ക്കണം. ഇങ്ങനൊരു കല കൂടി ഉണ്ട്. ഈ ഡിസൈൻ റെക്കോർഡ് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളതും കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് ആ കൂട്ടത്തിൽ. അപ്പോൾ നമ്മുടെ സമഗ്രതയിൽ ആ ഒരു സയൻസും കൂടി വന്ന് പെട്ടിരിക്കുന്നു. ഓരോന്നും അങ്ങനെയാണ്. നേരെ തിരിച്ച് ഇതൊരു സ്റ്റേജിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഡിസൈനാണ്. ഇത് മുന്നാട് കോളേജിലെ ഓപ്പൺ എയർ തിയേറ്ററിൻ്റെ ഡിസൈനാണ്. ഇത് കൺസ്ട്രക്ഷന് വേണ്ടി ഞാൻ ഡിസൈൻ ചെയ്ത സമയത്ത് ഡിസ്കഷന് പോകാൻ വേണ്ടി ഉണ്ടാക്കിയുള്ള വരച്ച ഡിസൈനാണിത്. അത് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കോളൂ, നമ്മൾ സ്റ്റേജിൽ ഉപയോഗിക്കുന്ന ആ ഡിസൈൻ്റെ ആർക്കിടെക്ചറൽ പാറ്റേണിൻ്റെ ഡ്രോയിങ്സ്. അപ്പോൾ ആർക്കിടെക്ചറൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ വേറെ സയൻസാണ്, നിങ്ങൾക്കറിയാൻ പാടില്ലാത്തൊരു സയൻസാണ്. ആർക്കിടെക്ചറൽ സയൻസിൻ്റെ കൂടെയാണ് ആർക്കിടെക്ചറൽ എക്കോസ്റ്റിക്സ് ആർക്കിടെക്ചറിൻ്റെ കൂടെ ആയതുകൊണ്ട് അത് തമ്മിൽ ബന്ധമുണ്ട്. ഇപ്പോൾ നമ്മുടെ നാടകം പോകുന്ന തലങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾ. ഇതൊക്കെ കൂടി അധ്യാഹരിച്ച് കൈവിരലിൽ ചേർക്കാൻ ഒരു സംവിധായകന് കഴിയുമെങ്കിൽ, നാടക സംവിധായകൻ അല്ലെങ്കിൽ നാടകക്കാരൻ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ സമഗ്ര ജ്ഞാനിയാണ് എന്ന് വേണം പറയാൻ. അതാണ് സർവശാസ്ത്ര സമ്പന്നം എന്ന് നാട്യശാസ്ത്രം പറഞ്ഞത്. അത്രയൊക്കെ ഉണ്ട് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതും കൂടി ചേരുന്നു നമ്മുടെ സമഗ്രതയിൽ നിന്ന് ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സമഗ്രതാഭാവത്തിനെ കുറിച്ചിട്ട് ഒട്ടേറെ പേര് പലതും അതിനെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ വേണോ, സമഗ്രതയെക്കുറിച്ച് വേർതിരിക്കണോ എന്ന് ചോദിക്കുന്നതിന് ചില ആൾക്കാരുടെ സൂചനകൾ ഞാൻ പറയണം. ഗോർഡൻ ക്രെയ്ഗ് എന്ന് പറയുന്ന പേരുകൾ നിങ്ങൾ കേട്ട് കാണും. പിന്നെ സംവിധാന ക്ലാസ്സിൽ രാജു പറഞ്ഞു കൊടുത്ത്, ആനുഷംഗികമായി പറഞ്ഞു കൊടുത്ത് ക്രെയ്ഗിൻ്റെ പേര് ഉച്ചരിച്ചു. അത്രയും അവിടെ പറയാൻ സാധിക്കുള്ളൂ. ക്രെയ്ഗ്സ് തിയറി ഓഫ് വിഷ്വൽ ഇമേജസ്, നമ്മുടെ സംവിധായകൻ്റെ പാഠത്തിൽ ഇമേജറിയെ പറ്റി പറഞ്ഞു. വ്യാഖ്യാനം, മിസൻ സീൻസ്, വരികൾക്കിടയിലെ ചിത്രമൊരുക്കൽ, സബ് ടെക്സ്റ്റ്, വരികൾക്കിടയിലെ ടെക്സ്റ്റ് എടുക്കൽ, ആ കൂട്ടത്തിൽ തന്നെ ഇമേജ്, മുഖ്യ ഇമേജ്, കീ ഇമേജ്, ഡെവലപ്പിംഗ് ഇമേജ്, കൺക്ലൂഡിങ് ഇമേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ ഇമേജുകളുണ്ട്. ക്രെയ്ഗ്സ് തിയറി ഓഫ് വിഷ്വൽ ഇമേജസ് എന്നാണ് പറയുന്നത്. അതൊക്കെ ഉണ്ട്. അപ്പോൾ ആ ക്രെയ്ഗ് പറഞ്ഞ ഒരു വാക്കാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. നാടകകല അഭിനയമോ രംഗകൃതിയോ അല്ല, അലങ്കൃത രംഗമോ നൃത്തമോ അല്ല, പക്ഷേ ഇവയുടെ എല്ലാം സ്വരൂപങ്ങളുടെ സൃഷ്ടിക്ക് പിന്നിലുള്ള സമസ്താംശങ്ങളും അത് ഉൾക്കൊള്ളുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ അരങ്ങിൻ്റെ സമഗ്രതാഭാവത്തിൻ്റെ ഒരു പ്രാഗൽഭ്യം കൂടുതൽ തെളിഞ്ഞു വരികയാണ്. ഈ ക്രെയ്ഗിൻ്റെ തിയറി ഒരു നാടക വിദ്യാർത്ഥി പഠിക്കാൻ നിർബന്ധിതനാണ്. ഇയാൾ മാക്ബത്തൊക്കെ ചെയ്യുമ്പോണ്ടായിട്ടുള്ള വിഷ്വൽ ഇമേജിനെ കുറിച്ചൊക്കെ പാഠം തന്നെയുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ പഠിക്കാനുള്ള വിഷയങ്ങളായിട്ട് ഉണ്ട് എന്ന് ധരിക്കുക ഒരു നാടകത്തിൻ്റെ ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്. പഠിച്ചത് കൊണ്ട് നല്ല ആസ്വാദനമാവും. അതുകൊണ്ട് പഠിച്ചതുകൊണ്ട് മറ്റു കുഴപ്പം വരില്ല, സംശയമില്ല. പക്ഷേ എല്ലാവരും പഠിക്കണമെന്നല്ല. ഇങ്ങനെയൊരു ധാരണ നമുക്ക് ആവശ്യം. ഈ ഒരു എസ്തറ്റിക്സ് പരത്തേണ്ട ആവശ്യം. നമ്മൾ നാടകം വെറുതെ ചെയ്യുന്നവരല്ല. നാട്ടക് എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റിക്കാണ്, നെറ്റ്വർക്ക് ഓഫ് ആർട്ടിസ്റ്റിക് തിയേറ്ററാണ്. അത് ആർട്ടിസ്റ്റിക്കായിട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. നല്ല ഫലവത്തായ അർത്ഥപൂർണമായ വാക്കാണ് നമ്മുടെ സംഘടനയ്ക്കുള്ളത്. ആർട്ടിസ്റ്റിക്
തിയേറ്റർ നെറ്റ്വർക്ക് ഓഫ് ആർട്ടിസ്റ്റിക് അത് അങ്ങനെ കാണണം. ഞാൻ അത് അഭിമാനം കൊള്ളുന്നു. ആ ഒരു പ്രയോഗം നമ്മുടെ സാധാരണ രാഷ്ട്രീയ ചായ്വുള്ളൊരു സംഘടനയല്ല നാടകം. ആ രാഷ്ട്രീയം വേണ്ടെന്നല്ല, അതുള്ളപ്പോഴും ആ ഐഡിയോളജിയൊക്കെ ഉള്ളപ്പോഴും അതിൻ്റെ എസ്തെറ്റിക്സും അതിൻ്റെ ആർട്ടിസ്റ്റിക്കൽ സ്വഭാവവും എല്ലാത്തിലും നിലനിർത്താൻ ബാധ്യസ്ഥരാണ്, കമ്മിറ്റഡാണ് എന്നുള്ള സൂചനയാണ് പേരിലുണ്ട് എന്ന് കൂടി ഞാൻ പറയുകയാണ്. ഇതൊക്കെ വേണോ വേണ്ടേ എന്നുള്ള വേറെ കാര്യം. എന്തായാലും ടോട്ടൽ തിയേറ്ററിന് മറ്റൊരു കൊട്ടേഷൻ ഒരാൾ പറഞ്ഞു നോക്കിയോളൂ. ജോൺ ലിറ്റിൽവുഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ വനിതാ സംവിധായക എന്ന് പറയണമെന്നാണ് ശങ്കരപ്പിള്ള സാറ് പറയാറ്. സംവിധായിക എന്ന് പറയുമ്പോൾ അതിനെന്തോ ചില കാരണങ്ങൾ സാറ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലതരം ഗായിക എന്ന് പറയുന്ന പോലെ ഉപയോഗിക്കാറുണ്ടെങ്കിലും സംവിധായക എന്ന് സാറും കൃഷ്ണപിള്ള സാറൊക്കെ തിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സംവിധായക എന്നാണ് പറയുന്നത്. ജോൺ ലിറ്റിൽവുഡിൻ്റെ ഇവരുടെയൊക്കെ ഫോട്ടോയും ചെറുകുറിപ്പുകളൊക്കെ വെച്ച് അവർ ചെയ്തൊക്കെ നിങ്ങൾ മുമ്പിൽ വെക്കേണ്ടതാണ്. നമുക്ക് അതിനൊന്നുള്ള സമയങ്ങൾ അനുവദിക്കുന്നില്ല. അവർ പറയും, നോക്കൂ, സംവിധായകൻ്റെയോ രംഗശില്പിയുടെയോ എന്തിന് എഴുത്തുകാരൻ്റെ തന്നെയോ സർവാധിപത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാം ഏകയോഗമായി ഇഴുകിച്ചേർന്ന ഒരു സത്തയിലൂടെ മാത്രമാണ് നാടകവേദി നിലനിൽക്കുന്നത് എന്നാണ് ജോൺ ലിറ്റിൽവുഡ് എന്ന പ്രസിദ്ധ ഇംഗ്ലീഷ് സംവിധായകൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ നാടകകൃത്തിൻ്റെ അരങ്ങായിരുന്നു പണ്ടൊരു കാലത്ത്, പിന്നെ സംവിധായകൻ്റെ അരങ്ങായി, പിന്നെ അത് നടൻ്റെ അരങ്ങായി, ഇപ്പോൾ ആരുടെ അരങ്ങല്ലാതായി, നോ മാൻസ് ലാൻഡ്. ഇപ്പോൾ എന്നാലത് എല്ലാവരുടെയും അരങ്ങല്ലേ, സമഗ്രത എല്ലാത്തിനും ഇല്ലേ. അപ്പോൾ ഇവിടെ ഒന്നിനും പ്രത്യേക ഒരു ആധിപത്യം ഉണ്ടെന്ന് നമുക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. എല്ലാത്തിൻ്റെയും മനസ്സുപോലെ സമരസപ്പെടേണ്ട ഒരു കല ലോകത്ത് ഒന്നേ ഉള്ളൂ. അതിസങ്കീർണതയുള്ള, അനന്ത സാധ്യതയുള്ള, സ്നേഹത്തിൻ്റെ ഭാഷയുള്ള ഒരു എൻസംബിൾ ഫീലിംഗ് കമ്മിറ്റ്മെൻറ്റ് നിലനിർത്താവുന്ന ഏക കല. അതിൻ്റെ സമഗ്രതാഭാവത്തിൽ അത് ഉൾക്കൊള്ളുന്നു. അപ്പോൾ ടോട്ടൽ തിയേറ്റർ എന്ന് പറയുന്നതിന് ഓരോരുത്തരുടെയും മനസ്സിലെ സങ്കല്പങ്ങളുണ്ട്. നമ്മൾ അൽക്കാസി പറഞ്ഞ ടോട്ടൽ തിയേറ്റർ മുതൽ ഇങ്ങോട്ട് ചിന്തിച്ചാൽ ഈ സമഗ്രതാഭാവം എത്ര ആഴത്തിൽ പോയിരിക്കുന്നു എന്ന് കാണാൻ വേണ്ടി ഞാൻ ചില ഇതിങ്ങനെ പറയാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ജോൺ ലസൽ ബ്രൗൺ, ഇത് ഒരു ഇഫക്റ്റീവ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട്. അദ്ദേഹം ആ പ്രോസസ്സിൻ്റെ കാര്യത്തിൽ ടോട്ടാലിറ്റിയെ പറ്റി പറയുന്ന ഒരു ഇതാണ്. നോക്കൂ, അവതരണത്തിൻ്റെ വ്യത്യസ്ത ഘടകങ്ങളുടെ ഏകയോഗമായ പ്രവർത്തനം കൊണ്ട് മാത്രമേ ആദർശപൂർണമായ ഒരു രംഗാവിഷ്കാരം സംഭവിക്കൂ. രംഗപ്രസാദനത്തിൻ്റെ സർഗശക്തവും സാങ്കേതികവുമായ അംശങ്ങളോട് സമ്പൂർണ്ണമായി ബന്ധപ്പെട്ടതാണ് സങ്കീർണ കലയായ നാടകം. അപ്പോൾ ഇവിടെ പ്രതിബദ്ധതയുണ്ട്, സർഗാത്മകതയുണ്ട്, ഒക്കെയുണ്ട്. അങ്ങനെ അത് ആ ഒരു കഴിവിലേക്ക്, ആ അരങ്ങൊരുക്കേണ്ട സംവിധാന കലയിലേക്ക്, ആ ടോട്ടാലിറ്റിയുടെ ചേരുവയ്ക്ക് ശക്തി പകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമഗ്രതാഭാവം മറന്ന് ശിഥിലവൽക്കരിച്ചിട്ട് നമ്മളൊരു അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കരുത്. അതിൻ്റെ ഏകോപനം നഷ്ടപ്പെടും എന്നുള്ളതിൻ്റെ സൂചനയാണത്. ഇത് ഈ സംവിധായകൻ്റെ ഈ ടോട്ടൽ വർക്ക് ഓഫ് ആർട്ട്, നമ്മൾ മാർട്ടിൻ നെസ്ലിൻ്റെ ഒരു കൊട്ട്. മാർട്ടിൻ നെസ്ലിൻ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ, നമ്മൾ അബ്സേർഡ് തിയറി എന്നുള്ള വാക്കൊക്കെ അദ്ദേഹത്തിൻ്റെ വകയാണ്. അതിൽ ടോട്ടൽ തിയറി എന്ന് പറയുന്നൊരു വിഭാഗത്തിനെ പറ്റി അദ്ദേഹം കലയായിട്ട് കാണുന്നതിന് ഇപ്പോൾ പറഞ്ഞ വാക്കുകളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇത് പറയുമ്പോൾ എൻ്റെ വാചാപ്രസംഗം ഒഴിവായി കിട്ടുന്നതുകൊണ്ട് ഞാൻ എനിക്ക് ചുരുങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ദി ആർട്ട് ഫോം ട്രൂലി സ്പെസിഫിക് ടു ഡ്രാമ ഈസ് ദി ആർട്ട് ഓഫ് ആക്ടിങ്, സംശയമില്ലല്ലോ. ബട്ട് ഡ്രാമ ആൾസോ ക്യാൻ ആൻഡ് ഡസ് യൂസ് ആൾ ദി അതർ ആർട്സ്, സാധാരണത്വം, പെയിൻറ്റിങ്, സ്കൾപ്ചർ ആൻഡ് ആർക്കിടെക്ചർ ടു represent the environment, music to provide mood, and of course literature in the widest sense for its verbal element. എന്തൊക്കെ വന്നു, ഇതൊക്കെ നിസ്സാരപ്പെട്ട സംഗതിയാണോ? ഓക്കെ. in drawing on the other hand on the other arts and fusing them into a new whole, drama thus is the most hybrid or the most complete synthesis of all the arts. അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വാട്ട് റിച്ചാർഡ് വാഗ്നർ കാൾഡ് ദി ടോട്ടൽ വർക്ക് ഓഫ് ആർട്ട്. റിച്ചാർഡ് വാഗ്നർ അദ്ദേഹം ഇത് ടോട്ടൽ വർക്ക് ഓഫ് ആർട്ട്, കലയുടെ ഒരു സമഗ്ര വർക്ക് എന്ന് വെച്ചാൽ അത് തിയേറ്ററിൻ്റെ ഈ ചേരുവകളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നിസ്സാരപ്പെട്ടൊരു കാര്യമായിട്ട് നമ്മൾ കാണേണ്ട അത്ര വിശാലമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനത് പറഞ്ഞത്. നമ്മൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചുരുങ്ങി പോകാനൊക്കെ ഉള്ളൂ.
അതുപോലെ തന്നെയാണ് അഡോൾഫ് അപ്പയ്യ എന്ന് പറയുന്നത് നമ്മൾ രംഗ വിഷ്വൽസിൻ്റെ സീനിക് കോമ്പോസിഷൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ഉദാഹരണം. ഈ ദീപവിധാനം എന്ന് പറയുന്നത് ഒരു ഡിസൈനാണ്, ക്രിയാത്മകമായ ഒരു ചേരുവയാണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച് കാണിച്ചു തന്ന ആളാണ് അഡോൾഫ് അപ്പയ്യ എന്ന് പറഞ്ഞ സ്വിസ് സീനിക് ഡിസൈനർ. അദ്ദേഹം സീനിക് ഡിസൈനറാണ് ആക്ച്വലി. അദ്ദേഹത്തിൻ്റെ ലിവിങ് ആർട്ട്, അരങ്ങ് എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നൊരു കലയാണ്. ആ ലിവിങ് ആർട്ട് ഇംപ്ലൈസ് എ കൊലാബറേഷൻ എന്ന് അദ്ദേഹം പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ ഈ സമഗ്ര പദ്ധതിയെക്കുറിച്ച് പറഞ്ഞ് ഇങ്ങനെയാണ്: ലിവിങ് ആർട്ട് ഇംപ്ലൈസ് എ കൊലാബറേഷൻ. റെസ്പോൺസിബിലിറ്റി ഓഫ് ലൈറ്റ് in the theatre is to reveal the work of the artists and technical personnel of theatre and blend these elements into a living, moving, aesthetic expression. അത്രയും സൗന്ദര്യാത്മകതയുടെ എല്ലാ ചെരുവുകളും ചേർക്കുന്ന ഒരു ദീപസംവിധായകൻ്റെ കാഴ്ചപ്പാടാണത്. അപ്പോൾ ഈ ലിവിങ് ആർട്ട് ഇംപ്ലൈസ് എ കൊലാബറേഷൻ. ആ എല്ലാ കലകളുടെയും ഒരു കൊലാബറേഷനാണത്. നമ്മൾ ഈ അഡോൾഫ് അപ്പയ്യയുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ രംഗ സീനിക് ഡിസൈനിൻ്റെയും കമ്പോസിഷൻ്റെയും കാര്യത്തിൽ പഠിക്കേണ്ടതാണ്. ഇദ്ദേഹത്തിൻ്റെ നമ്മൾ ഈ ലിവിങ് ആർട്ട് ഇംപ്ലൈസ് എ കൊലാബറേഷൻ എന്ന് പറഞ്ഞാൽ അഡോൾഫ് അപ്പയ്യയും ഗോർഡൻ ക്രെയ്ഗും നിങ്ങൾക്കറിയാം, എല്ലൻ ടെറി എന്ന് പറഞ്ഞ വലിയ യൂറോപ്യൻ ഷേക്സ്പിയറിൻ ആക്ട്രസിൻ്റെ മകനാണ്. എല്ലൻ ടെറി എന്ന് പറയുന്ന അവരുടെ മകനാണ് ഈ ഗോർഡൻ ക്രെയ്ഗ്. നാടകത്തിൽ അപാരമായ സംഭാവന ചെയ്ത ആളാണ്. പക്ഷേ അദ്ദേഹം ഇംഗ്ലീഷിലാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും ചിന്തകളും ഒക്കെ പബ്ലിഷ് ചെയ്ത് പോയിട്ടുള്ളത്. അതുകൊണ്ട് ലോകം വേഗം അംഗീകരിച്ചു. ഈ അപ്പയ്യ എന്ന് പറഞ്ഞ സ്വിസ് സീനിക് ഡിസൈനർ ഇംഗ്ലീഷിലല്ല ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് അതിന് താമസിച്ച് അംഗീകരിച്ചുള്ളൂ എന്നുള്ളൊരു വ്യത്യാസം ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് രണ്ട് കൂട്ടരുടെയും പഠനങ്ങൾ വെച്ച് നോക്കുമ്പോൾ. അല്ലെങ്കിൽ ഈ ക്രെയ്ഗ്സ് പറഞ്ഞ പലതിൻ്റെയും ആഴത്തിലുള്ള വസ്തുതകൾ പറഞ്ഞ് തെളിയിച്ച ആളാണ് അഡോൾഫ് അപ്പയ്യ. അപ്പോൾ അങ്ങനെ ചില വ്യക്തികൾ പഠിക്കാൻ മറന്നു പോകരുത്. എവിടെയും കിട്ടിയില്ലെങ്കിലും കണ്ടാലെങ്കിലും വായിച്ചാൽ വേദിയെപ്പറ്റി നമ്മളെ മനസ്സിലാക്കാൻ പുസ്തകം വായിക്കുന്ന പോലെ വേദി, ചിത്രം, രംഗ കമ്പോസിഷനൊക്കെ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ ആക്കിത്തരാൻ എന്തൊക്കെ സംഭാവന ചെയ്യാമെന്ന് നമ്മളെ സൗന്ദര്യശാസ്ത്രം പഠിപ്പിക്കാൻ പര്യാപ്തമാണ് ഇതൊക്കെ. അരങ്ങ കൊണ്ട് പഠിക്കുന്നത് നമ്മളെ തന്നെ അറിയാനാണ് എന്നുള്ളത് ഇവിടെ നമ്മുടെ കീർത്തി ജെയിൻ പ്രൊഫസർ പറഞ്ഞൊരു വാക്യം ഓർക്കുന്നു ലോകധർമ്മിയുടെ ഒരു ചർച്ചയിൽ. അതുപോലെ ആ അറിവാണ് ഇതോടൊക്കെ സംഭവിക്കുന്നത്. ലിവിങ് ആർട്ട് ഇംപ്ലൈസ് എ കൊലാബറേഷൻ. സമഗ്രതാഭാവത്തിൻ്റെ ചില വ്യാഖ്യാനങ്ങൾ. ഒരു ചെറിയ ഒരു സംവിധാനം എന്ന് പറഞ്ഞൊരു പ്രക്രിയയെ പറ്റി, ഈ സമഗ്രതയുടെ കൈകാര്യം ചെയ്യലിനെ കുറിച്ചിട്ട് ചില വ്യക്തികൾ ഒന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ജോർജ് ടോസ്റ്റങ്കോവ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു കാഴ്ചപ്പാടാണ്. അദ്ദേഹം നോക്കൂ, വളരെ രസകരമായിട്ട് നമുക്ക് മുഴുവൻ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്: എ ഡയറക്ടർ മസ്റ്റ് ബി ബ്രില്യൻറ്റ് ആൻഡ് വെൽ എഡ്യൂക്കേറ്റഡ്. ഹി മസ്റ്റ് ബി ഹാവിങ് നോളജ് in music, fine arts, technical elements of stage and theatre, and even in organizational matters. At the same time, he may be capable of writing a play, drawing pictures, playing a musical instrument, and all. He may also be a poor actor. Then, play direction. Is it so simple? എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഓർ ഹാർഡർ, വളരെ ലളിതമാണോ അതോ കഠിനമാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. ഈ തരത്തിലാണ് കലയുടെ പ്രായോഗികത പോകുന്നെങ്കിൽ അതിന് അദ്ദേഹം തന്നെ ഉത്തരം പറയുന്നുണ്ട്: ഇഫ് കൺസിഡേർഡ് ആസ് മിയർ പ്രൊഫഷൻ ഓർ ക്രാഫ്റ്റ്. ഒരു ജോലി എന്ന നിലയ്ക്കും ഒരു ക്രാഫ്റ്റായിട്ട് മാത്രം കാണുമ്പോൾ സോ സിമ്പിൾ. ഇഫ് കൺസിഡേർഡ് ആസ് മിയർ പ്രൊഫഷൻ ഓർ ക്രാഫ്റ്റ്, സോ സിമ്പിൾ. ബട്ട് ഇഫ് പ്രാക്ടീസ്ഡ് ആസ് എൻ ആർട്ട്, ഹാർഡ്, വെരി വെരി ഹാർഡ്. ഒരു കലയായി കൈകാര്യം ചെയ്താൽ കഠിനം, അത്യന്ത കഠിനം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനിത് ഇങ്ങനെ ഇംഗ്ലീഷിൽ എഴുതിയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അതിന് ഒരു മലയാള തർജ്ജമ കൊടുത്ത് വായിക്കാം. ജോർജ് ടോസ്റ്റങ്കോവിൻ്റെ സംവിധായകൻ വിദ്യാസമ്പന്നനും പ്രതിഭാശക്തനുമായിരിക്കണം. സംഗീതം, ലളിതകല, അരങ്ങിൻ്റെ സാങ്കേതിക ഘടകങ്ങൾ എന്നിവകളിലെല്ലാം എന്തിന് സംഘാടനത്തിലും വകുപ്പ് ഭരണത്തിൻ്റെ വസ്തുതകളിൽ പോലും അയാൾ ധാരാളം അറിവ് നേടിയിരിക്കണം. അതേസമയം ഒരു നാടകം എഴുതാൻ അയാൾ പ്രഗത്ഭനായേക്കാം, ചിത്രം വരയ്ക്കാൻ, ഒരു സംഗീത യന്ത്രം കൈകാര്യം ചെയ്യാൻ എല്ലാം എന്നാൽ അയാൾ ഒരു കാശിന് കൊള്ളാത്ത നടൻ കൂടി ആയിരിക്കാം. അപ്പോൾ നാടക സംവിധാനം ലഘുവോ ദുഷ്കരമോ? എന്താണ്?
ഉത്തരം ഇത്രമാത്രം. ഒരു തൊഴിലായി കരകൗശലമായി മാത്രം കണക്കാക്കിയാൽ തുലോം ലഘു. പക്ഷേ ഒരു കലയായി കൈകാര്യം ചെയ്താൽ കഠിനം, അത്യന്ത കഠിനം. ഇത് നമ്മൾ ഈ പറഞ്ഞു വന്ന വസ്തുതകളുടെ ഒരു സമഗ്രതയുടെ ഉള്ളിലുള്ള ക്രിയാത്മകത്വമാണ്. ആരുടെയാണ് നാടകവേദി എന്ന് പറയുമ്പോഴും എല്ലാവരുടെയും കൂടിയാണെന്ന് പറയുമ്പോഴും അത് ചുക്കാൻ പിടിക്കുന്ന ഒരു സൂത്രധാരൻ്റെ കാര്യം നമ്മൾ ഊന്നി പറഞ്ഞു. ഇത് സൂത്രധാരൻ്റെ മാത്രം തലയിൽ വെച്ച് കെട്ടി ഒഴിയേണ്ടതല്ല. അരങ്ങ് കൈകാര്യം ചെയ്യുന്ന ഓരോരുത്തരും, നടനടക്കം, നടൻ അരങ്ങത്ത് വരുമ്പോൾ അവൻ നിൽക്കുന്ന എൻവയോൺമെൻറ്റ് എന്താണോ അതറിയാൻ അവൻ ബാധ്യസ്ഥനാണല്ലോ. അവൻ ലൈറ്റ് കിട്ടുന്നുണ്ടോ, അവൻ്റെ ഓഡിയോ കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ടോ, അവൻ്റെ വാചകം അവൻ്റെ മനസ്സിൽ ഓർമ്മയിലുണ്ടോ, അവൻ്റെ ഭാവം ശരിയാണോ, നടൻ ആക്ടറുടെ സംഭാഷണം അവന് കിട്ടുന്നുണ്ടോ, പ്രതികരണം ശരിയാണോ, എൻ്റെ ബാക്ക്ഡ്രോപ്പിൽ നിൽക്കുന്ന അവന് ചിന്തിക്കേണ്ടതാത്ത എന്താ ഒരു നടൻ നിൽക്കുന്ന കലുഷിതമായ സങ്കീർണമായ ഒരു മോമെൻ്റ് ആലോചിച്ച് നോക്കൂ. എന്തിനൊക്കെ ചേർത്ത് മനസ്സോട് കൂടിയിട്ടാണ് നടൻ രംഗത്ത് നിൽക്കുന്നത്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ കലാകാരനും, ഓരോ അരങ്ങിൽ പ്രവർത്തിക്കുന്നവനും ഈ സമഗ്രതയുടെ അംശം മനസ്സിൽ, ഈ വിവരത്തിൻ്റെ, വിവേകത്തിൻ്റെ, ത്യാജ്യഗ്രാഹ്യ വിവേചന നയത്തിൻ്റെ, കൊള്ളക്കൊടുക്കുകളുടെ മനോഭാവത്തിൻ്റെ ഒക്കെ റിഫൈൻഡായ ഒരു ആർട്ട് മനസ്സിൽ സൂക്ഷിച്ചേ മതിയാവൂ എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ ഒരു സമഗ്രതാഭാവവും ഇതൊക്കെ പഠിക്കുമ്പോഴും നാടകവേദിയിലാണ്, ടോട്ടൽ തിയേറ്ററാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ തിയേറ്ററിന് നമ്മൾ കൊടുക്കേണ്ട വളരെ അടിസ്ഥാനപരമായ ഒരു സംഭാവനയുണ്ട്. എന്താണ് നമ്മളെ മനസ്സിൻ്റെ, നമ്മളെ പ്രകൃതത്തിൻ്റെ, ജീവിതത്തിൻ്റെ ഒരു ഷെയർ കൊടുക്കേണ്ടതുണ്ട്. അതെന്ത്? നമ്മൾ അച്ചടക്കത്തോടു കൂടി, വിവരത്തോടു കൂടി, വിവേകത്തോടു കൂടി, സൗഹൃദത്തോടു കൂടി നമ്മൾ പെരുമാറേണ്ട അച്ചടക്കം നമ്മൾ കൊടുക്കേണ്ടത്. അതിനെപ്പറ്റി സ്റ്റേജ് എത്തിക്സ് തന്നെ ഒരു വിഷയം തന്നെ ഉണ്ട്. നിങ്ങൾ പൊതു സ്വഭാവത്തിൽ നമ്മുടെ സമഗ്രതയിൽ എത്തിക്സ് ഒരു വിഷയമാണ്. സ്റ്റാനിസ്ലോവ്സ്കി എന്ന് പറയുന്ന മനുഷ്യൻ വളരെയധികം കാലം യത്നിച്ച് അദ്ദേഹം ചില എഫോറിസംസ്, ചില തത്വങ്ങൾ, ആപ്തവാക്യങ്ങൾ അതിനെപ്പറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ പറ്റി വേറെ തന്നെ പഠിക്കേണ്ടതാണ്. നിങ്ങൾ കേട്ട് കാണും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ. ക്രിയേറ്റിംഗ് എ റോൾ, ബിൽഡിംഗ് എ ക്യാരക്ടർ, മൈ ലൈഫ് ഇൻ ആർട്ട്. മൈ ലൈഫ് ഇൻ ആർട്ടിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. 3 പുസ്തകത്തിന് പുറമെ അതുമുണ്ട്. അല്ലാതെ അദ്ദേഹം എഴുതി തന്ന വ്യാകരണങ്ങളല്ലേ ഒന്നും, അദ്ദേഹം ചെയ്തു വെച്ച പഠന നോട്ട്സുകളിൽ നിന്നൊക്കെ സമാഹരിച്ചെടുത്തുള്ള ഗ്രന്ഥങ്ങളാണ് ഇതൊക്കെ. ഇത് ലോകനാടകത്തിൻ്റെ ഏത് ശൈലിയുടെ തട്ടിൽ കയറി കളിച്ചാലും താഴെ വീഴുന്നത് റിയലിസ്റ്റിക് ആയിട്ട് സ്റ്റാനിസ്ലോവ്സ്കി തിയറിയിലായിരിക്കും. ആക്ടിങ്ങിലായാലും എല്ലാത്തിലും അതൊരു സംഭവമാണ്. നാടകം ഏത് സ്റ്റൈലിൽ സ്വർണ്ണത്തിൻ്റെ തിളക്കം എന്ന് പറഞ്ഞ പോലെയാണ്. അടിച്ചുരുട്ടി ഏത് ഡിസൈനിൽ നിങ്ങൾ പണിതാലും, അത് കിട്ടുന്ന നിങ്ങൾ അലങ്കരിച്ച് പണിതാലും കാലക്രമേണ കാലം കൊണ്ട് ആ സ്വർണ്ണ ആഭരണത്തിൻ്റെ വാല്യൂ, സ്റ്റൈൽ നശിച്ചു പോകും. പക്ഷേ അത് വീണ്ടും സ്വർണം അടിച്ചുരുട്ടി മറ്റു ശൈലിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അരങ്ങങ്ങനെയാണ്. കാലാകാലങ്ങളിൽ വ്യത്യസ്തങ്ങളായ ശൈലികൾ മാറി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. പക്ഷേ അരങ്ങെന്ന അടിസ്ഥാന സ്വഭാവം മനുഷ്യനുള്ള കാലം പോലെ മനുഷ്യൻ്റെ ഭാവനയും അനുകരണവാസനയും പ്രകടനവാസനയൊക്കെ ഉള്ളിടത്തോളം കാലം അരങ്ങൻ്റെ ആ മൂല്യം എന്നും നിലനിൽക്കുന്നു പറയുന്ന പോലെ തന്നെയാണ് ഇത് എത്തിക്സിൽ അദ്ദേഹം പറയുന്നത്. നമ്മൾ എപ്പോഴും ഉണ്ടാവേണ്ടത് ആ ഒരു അവസ്ഥയാണ്. അദ്ദേഹം അതിനുവേണ്ടി ചില മര്യാദാക്രമങ്ങൾ അരങ്ങിൽ പാലിക്കാൻ അദ്ദേഹം നമ്മൾ അനുശാസിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. നമുക്കറിയാം, ദർ ആർ നോ സ്മോൾ റോൾസ് ബട്ട് ഓൺലി സ്മോൾ ആക്ടേഴ്സ്. വളരെ പ്രാഥമികമായ ക്ലാസ് മുതൽ പറയാറുള്ളൊരു കൊട്ടേഷൻ. ചെറിയ ക്യാമ്പുകളിൽ പോലും ഒരു വർക്ക്ഷോപ്പ് നടത്തുമ്പോൾ നമ്മൾ ചില ഫോറിംസൊക്കെ ഇങ്ങനെ തൂക്കും. ഇതാണ് ചെറിയ നടൻ വലിയ നടൻ എന്നുള്ളതുണ്ടായിരിക്കാം, പക്ഷേ വലിയ റോള് ചെറിയ റോളെന്നൊന്നും ഇല്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ രാമാനൻ സാറ് പണ്ട് NSD പ്രൊഡക്ഷന് ഇങ്ങനെ കുന്തം പിടിച്ച് വലിയൊരു പ്രഗത്ഭമായൊരു പ്ലേയിൽ കുന്തം പിടിച്ച് നിൽക്കുന്ന റോളിൽ നിന്ന കാര്യം പറയും. ആ കുന്തം പിടിച്ച ആളും അവിടെ തുകളക്കായി കളിച്ച ആളും ഒക്കെ ഈ പറഞ്ഞ പോലെ ഈക്വൽ തന്നെയാണ്. അരങ്ങിൽ അങ്ങനെ ഒരു വേർതിരിവില്ല. ദർ ആർ നോ സ്മോൾ റോൾസ് ബട്ട് ഓൺലി സ്മോൾ ആക്ടേഴ്സ് എന്ന് പറയും. ഇത് മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നവനായിരിക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ എവരി വയലേഷൻ ഓഫ് ദി ക്രിയേറ്റീവ് ആർട്ട് ഓഫ് തിയേറ്റർ ഈസ് എ ക്രൈം എന്നാണ്. അരങ്ങിൻ്റെ സൗമ്യ സമരസപ്പെട്ടു പോകുന്ന ബാധ്യതയ്ക്ക് കളങ്കം ചാർത്തുന്ന തരത്തിൽ എന്ത് തരത്തിലുള്ള വയലൻസും കള്ളത്തരങ്ങളും അരങ്ങിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴും അത് ഒരു വലിയ വയലൻസാണ്. അത് നമ്മൾ അരങ്ങിനോടും ജനങ്ങളോടും പൊതുജനങ്ങളോടും മനസ്സിനോടൊക്കെ കാണിക്കുന്ന ഒരു കൃത്യനിർവഹണ പന്തികേടായിട്ടാണ് അതിനെ കണക്കാക്കേണ്ടത്. കൺസിഡർ ദി പ്രോബ്ലംസ് ഇൻ 3 ആംഗിൾസ്. ഒരു അരങ്ങിൻ്റെ, ഒരു രംഗപ്രവർത്തകൻ്റെ പ്രവർത്തനങ്ങളെ 3 ആംഗിളിലൂടെ കാണുമെന്ന് അദ്ദേഹം പറയുന്നത്. ആക്ടേഴ്സ്, ബിഹേവിയർ ഇൻ ദി തിയേറ്റർ, ഔട്ട്സൈഡ് ദി തിയേറ്റർ ആൻഡ് റിലേഷൻ ബിറ്റ്വീൻ ദി ആർട്ടിസ്റ്റിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ്. ഈ 3 തലത്തിലും കലാകാരൻ എങ്ങനെ എന്ന് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കണം. അവിടെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. ഇതെല്ലാത്തിൻ്റെയും ചേരുവയുള്ള നാടകം. സോ തിയേറ്റർ forfeits its position as a temple.
അങ്ങനെയാണ് അത്. നമ്മൾ അതൊരു ഒരു ക്ഷേത്ര സമാനമായൊരു വേദിയാണെന്ന് കാണുക. ടെമ്പിൾ ഓഫ് ആർട്ട്, ചീഫ്ലി ബിക്കോസ് ഓഫ് ദി ആക്ടേഴ്സ് ദംസെൽഫ് ബൈ ഇൻട്രൊഡ്യൂസിങ് abominations such as gossip, intrigue, slander, envy and selfish ambitions. ഇതൊക്കെയാണ് നമ്മുടെ അരങ്ങിലെ പിന്നരങ്ങിലെ നേപഥ്യങ്ങളിൽ നടക്കുന്ന നമ്മുടേതല്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള നമ്മുടെ മിസ്ബിഹേവിയറിൻ്റെ അംശങ്ങൾ. അതൊക്കെ നിയന്ത്രിക്കുന്നിടത്തോളം കാലം നമ്മൾ വിജയിക്കും. അരങ്ങിന് അത് ആവശ്യമില്ല എന്ന് അദ്ദേഹം നമ്മളെ വീണ്ടും വീണ്ടും സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സോ ലാക്ക് ഓഫ് സെൽഫ് കൺട്രോൾ ആൻഡ് ഡിസ്റെസ്പെക്റ്റ് ആർ ദ സൈൻ ഓഫ് ഇഗോയിസം. ഇഗോയിസത്തിൻ്റെ സൈനായിട്ട് തന്നെ കാണുന്നത് നമ്മുടെ അഹംഭാവത്തിൻ്റെ. തിയേറ്റർ ഡിപ്പെൻഡ്സ് ഓൺ ദി കളക്റ്റീവ് വർക്ക് ഓഫ് ദി എൻസെമ്പിൾ. ഇതൊക്കെ പറയേണ്ട കാര്യങ്ങളിൽ എപ്പോഴും നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നതാണ്. സോ വിത്തൗട്ട് ഡിസിപ്ലിൻ ദർ ഇസ് നോ സ്റ്റേജ് ആർട്ട് എന്നാണ്. അപ്പോൾ രംഗകല ഡിസിപ്ലിൻ ഇല്ലാണ്ട് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് നമ്മൾ ആ ഒരു എത്തിക്സ് കൂടി നമ്മൾ ചേർക്കേണ്ടതും ശ്രമിക്കേണ്ടതും പാലിക്കേണ്ടതുമാണ് ഈ സമഗ്രതയിൽ എന്നുള്ളത് കൂടി ഞാൻ ഊന്നി പറയുകയാണ്. ഇവിടെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ കൃതിയുടെ കാര്യം പറയുമ്പോൾ ജീവിത വീക്ഷണം, ജീവിതത്തിൽ നിന്നാണ് അരങ്ങിലേക്ക് വന്നതെങ്കിൽ ആ ജീവിതത്തിനെക്കുറിച്ചുള്ള വീക്ഷണമാണ് അരങ്ങിൻ്റെ നാടകകൃതി മുതൽ രംഗാവതരണം വരെയുള്ള പ്രായോഗികതയുടെ ബേസിക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ. ഭാസിയെ കുറിച്ച് എൻ കൃഷ്ണപ്രസാദ് സാറിൻ്റെ ഒരു വചനം ഞാൻ സൂചിപ്പിക്കാം. സംഗീത നാടക പ്രസ്ഥാനത്തിന് ജനങ്ങളെ പ്രീണിപ്പിക്കാനുള്ള അസാമാന്യ ശേഷി മനസ്സിലാക്കിയും ആ രംഗത്ത് നിലനിന്നിരുന്ന ശ്രമവും കൃത്രിമവും ദൂഷിതവുമായ ചിട്ടകൾ വലിച്ചെറിഞ്ഞും ഔചിത്യബോധം സമ്മതിക്കുന്നിടത്ത് മാത്രം കളങ്ക സങ്കേത ജടിലമല്ലാത്ത ഹൃദയ മോഹന ഗാനങ്ങൾ വിന്യസിച്ചും ആശയപ്രചാരണ ലക്ഷ്യത്തെ മുറുകെ പിടിച്ചും സാമൂഹ്യ ജീവിത ചലനങ്ങൾ ജനസാമാന്യത്തിന് പരിചിതങ്ങളായി തോന്നിക്കുന്ന കഥാപാത്രങ്ങൾ നമുക്ക് പകർത്തിക്കാട്ടിയുമാണ് ഭാസി അരങ്ങത്ത് വന്നത്. നാടകങ്ങളിൽ രൂപരചനാ രഹസ്യങ്ങളിൽ പിടിപാടില്ലാതിരുന്ന അദ്ദേഹം അന്ന് വിജയിയായത് ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുത്ത കഥാപാത്രങ്ങൾ കൊണ്ടായിരുന്നു. ഇത് വലിയ ആനക്കാര്യം പറഞ്ഞു. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ ഈ വക സയൻസൊക്കെ അഭ്യസിക്കുമ്പോഴും ജീവിതം പഠിപ്പിച്ചു തരുന്ന സൊസൈറ്റി റിലേറ്റിവിറ്റി പഠിപ്പിച്ചു തരുന്ന ആ ഒരു ബന്ധം നമ്മൾ ഇതിനേക്കാളൊക്കെ മേലെയാണ്. അതിനെ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ട് ഇപ്പോൾ ഭാസിയുടെ ഈ ഒരു ബ്ലാങ്ക്നെസ്സിൽ നിന്നും അദ്ദേഹം ജീവിതം കണ്ട് തന്നെ സ്വയം മനസ്സിലാക്കിയ, തൻ്റെ സമൂഹത്തിന് മനസ്സിലാക്കിയ, തൻ്റെ ആവശ്യം കമ്മിറ്റ്മെൻറ്റ് മനസ്സിലാക്കിയ അദ്ദേഹത്തിൽ നിന്ന് നാടകം എന്നൊരു കലയാണ് ഉരുത്തിരിഞ്ഞു വന്നത്. അപ്പോൾ നാടകം നമ്മളെ സ്വയം ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതി കൂടിയിട്ടാണ്. അപ്പോൾ ആ ജീവിത ഗന്ധിയായിട്ടുള്ള അറിവ് ഏറ്റവും പ്രധാനമാകുന്നു എല്ലാ സയൻസിനോടൊപ്പം തന്നെ എന്ന് നമ്മളെ ചില അവൻഗാർഡ് നമ്മളെ മുന്നേ നടന്നുപോയ ചിലരുടെ ഒരു വസ്തുതയാണ്. ഞാൻ ശങ്കരപ്രസാദ് സാറിൻ്റെ കാവ്യങ്ങളുടെ ഉന്മീലനം ചെയ്യേണ്ടതായ കഥാവസ്തുക്കളെക്കുറിച്ച് സാറിന് ചില കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷേ കുറേയൊക്കെ പിന്നീട് മാറ്റം വന്നെങ്കിലും സാറ് പറഞ്ഞ ഒരു വരി നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കാം. ഒരു ഭാഷയുടെ ആത്മാവ് കണ്ടറിഞ്ഞ് കവിയത് പ്രയോഗിക്കുമ്പോൾ അതിലൂടെ ഉന്മീലനം ചെയ്യുന്ന സമസ്ത ശക്തിയും സൗന്ദര്യവും ഉത്തമ കവിത നമുക്ക് അനുഭവവേദ്യമാക്കുന്നുണ്ടല്ലോ. അതുപോലെ നാടകവേദിയുടെ ഭാഷയ്ക്കും പുതിയ സമ്മോഹനങ്ങൾ ഉന്മീലനം ചെയ്യാൻ ശേഷിയുണ്ടെന്നും അവയെല്ലാം നാടകകൃതിയിൽ തന്നെ നിക്ഷിപ്തമാണെന്നും അറിയുന്ന ഒരു കാലാവസ്ഥ നമ്മുടെ നാടകവേദിയിൽ സംജാതമാകണം. അങ്ങനെയാണ് അർത്ഥപൂർണമായ അരങ്ങ്, മീനിങ് തിയേറ്റർ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. സാറ് കൃതിയിൽ ഡെപ്പിക്റ്റ് ചെയ്യപ്പെടേണ്ടതായുള്ള സർവ്വസമസ്ത കാര്യങ്ങളെയും സാർ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഓരോ കാഴ്ചപ്പാടുകളാണ്. നമ്മൾ ഈ പെരിഫറൽസൊക്കെ പറഞ്ഞു പോകുമ്പോഴും ഓരോ കാഴ്ചപ്പാടുകളുടെ വ്യത്യാസം നമ്മൾ ആണ്. സാറിൻ്റെ കൃതികളിലും അത്തരത്തിൽ ആഴ്ന്നിറങ്ങി ചകഞ്ഞെടുക്കേണ്ട വസ്തുതകൾ നിഗൂഹനം ചെയ്യപ്പെട്ടുള്ള ഒന്നാണ്. ഇനി പൊതുവേദിയെ പറ്റി ഒന്നും പറയാത്തതുകൊണ്ട് ഞാൻ ഹാഷ്മിയെക്കുറിച്ചൊരു വാചകം പറയാം. ഹാഷ്മി പറയുന്നൊരു സംഗതിയുണ്ട്. ഫിസിക്കൽ തിയേറ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആശയത്തിൻ്റെ പ്രത്യേകതയാണ് അരങ്ങിന്. നമ്മൾ ലളിതമായിട്ട് അരങ്ങ സമരായുധമാണ്, പ്രകടനപരതയാണ്, അഭിപ്രായത്തിനൊക്കെ പറയുമ്പോഴും അതിൻ്റെ എസ്തറ്റിക്സ് ഒക്കെ കൂടി തന്നെ അദ്ദേഹം പറയുന്ന അവതരിപ്പിക്കുന്ന തെരുവിലാണെന്നത് കൊണ്ട് മാത്രം ഒരു നാടകവും തെരുവ് നാടകമാകുന്നില്ല. പ്രതിഷേധത്തിൻ്റെ ജനകീയ തിയേറ്റർ എന്ന നിലയ്ക്ക് തെരുവ് നാടകത്തിനൊരു കടമയുണ്ട്. ആ കടമ പോർമുഖങ്ങളിൽ നിലപാടുകളെടുക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്.
ഇത് മറ്റൊരു കാഴ്ചപ്പാട്. പക്ഷെ അത്യന്താപേക്ഷിതമായ അരങ്ങിൻ്റെ ധർമ്മങ്ങളിലൊന്നിൻ്റെ കാഴ്ചപ്പാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അരങ്ങിൽ വ്യത്യസ്തങ്ങളായ ആശയഗതികളോട് വ്യത്യസ്തമായ രീതിയിലൂടെ പ്രവർത്തിച്ച പാരമ്പര്യത്തിൻ്റെ ആ ചരിത്രബോധത്തിൻ്റെ അവശിഷ്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്. അതിൽ ഇങ്ങനെയൊക്കെ വ്യാപ്തമാണത്, വിശാലമാണത്, സമഗ്രമാണതെന്ന് പറയാൻ വേണ്ടി യത്നിച്ചു. അത് ഒരു ഡിസെക്ഷൻ നടത്തി പല കഷത്തിൽ നിന്ന് എടുത്തു വയ്ക്കുന്ന ഒരു സാധനം പോലെ ചുരുങ്ങി ഓടിയെത്തിയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഈ സമഗ്ര നാടകവേദിയുടെ ടോട്ടൽ തിയേറ്ററിൻ്റെ അംശം എവിടെയൊക്കെ തറച്ചു എന്ന് എനിക്കറിയില്ല. എങ്കിലും അരങ്ങിൻ്റെ ഒരു സമഗ്രതാഭാവം പറ്റി ചിലതൊക്കെ പറയാൻ ശ്രമിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. നമ്മുടെ സമയം അധികരിക്കുന്നു. ഏതായാലും ഈ 2 ക്ലാസ്സുകളോടുകൂടി ഈ ടോട്ടൽ തിയേറ്റർ എന്ന സങ്കല്പത്തിൻ്റെ ഒരു ചെറിയൊരു വ്യാഖ്യാനം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, നാടകത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.